ഹലോ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസിലെയും അതേമാതിരി തന്നെ +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെയും 8ാമത്തെ പാഠമായിട്ടുള്ള DBMS ആണ്, അഥവാ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഈ പാഠം തുടങ്ങുന്നത് തന്നെ ഡാറ്റാബേസിനെ കുറിച്ച് പറഞ്ഞിട്ടല്ല. എന്താ ഡാറ്റാബേസ് നമുക്ക് പറയാം. അതിനു മുന്നേ ഇത്തിരി മുന്നിലേക്ക് പോകാം. പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഡാറ്റനെ സ്റ്റോർ ചെയ്തിരുന്നത്, ഡാറ്റനെ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തിരുന്നത് ഫയൽസിന്റെ ഉള്ളിലാക്കിയിട്ടാണ്. അതിനു മുന്നേ കമ്പ്യൂട്ടർ വരുന്നതിന് മുന്നേ ഡാറ്റ സ്റ്റോർ ചെയ്ത് ഇങ്ങനെ ഇരിക്കും, എന്റെ പേപ്പറിലൊക്കെ എഴുതി ഫയലൊക്കെ ആക്കി വെച്ചിട്ടായിരിക്കും അല്ലെ. പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ പല പല ഫയൽസിലാക്കിയിട്ട് എന്ത് ചെയ്തിരുന്നത്, ഡാറ്റനെ സ്റ്റോർ ചെയ്തിരുന്നത്. ഈ ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് ഫയൽ സിസ്റ്റം. ഈ ഫയൽ സിസ്റ്റത്തിന് ഒരുപാട് ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. ആ ഡ്രോബാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് എന്ത് നമ്മളുടെ പാഠം സ്റ്റാർട്ട് ആവുന്നത്. അപ്പൊ ഈ ഫയൽ സിസ്റ്റത്തിന്റെ, അതായത് പണ്ടുണ്ടായിരുന്ന ഈ ഫയൽ സിസ്റ്റത്തിന്റെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, കൺവെൻഷണൽ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം ഹാസ് മെനി ഡ്രോബാക്സ്. അതായത് പഴയ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്, അതായത് ഇപ്പോൾ നമ്മൾ കാണാറുണ്ടല്ലേ നമ്മുടെ ഫോണിലൊക്കെ ഫയൽ മാനേജർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടാവും. അതിനകത്ത് ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ടാവും. ആ ഫോൾഡറിനുള്ളിൽ നമ്മൾ പല പല ഡാറ്റാസിനെ കീപ്പ് ചെയ്യാറുണ്ട് അല്ലെ. ഇപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് അത് തന്നെയാണ്. അപ്പൊ പണ്ട് എല്ലാ ഡാറ്റകളും ഇങ്ങനത്തെ കീപ്പ് ചെയ്തിരുന്നത്. ഇതിന്റെ ഡ്രോബാക്സ് എന്ന് പറയാൻ പോകുന്നത് നീഡ് മോർ കോപ്പീസ് ഓഫ് ഡിഫറെന്റ് ആപ്ലിക്കേഷൻ, അതായത് ഡ്യൂപ്ലിക്കേഷൻ. അതായത് സെയിം ഡാറ്റ പല പല ഫോൾഡറിൽ പോയി കിടക്കാം. ഇപ്പൊ അശ്വിൻ അല്ലെ, ഞാൻ ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് എടുക്കുകയാണ്. ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ആ ഡാറ്റ ഒരു ഫോൾഡറിൽ. ഞാൻ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു, ആ ഡാറ്റ വേറെ ഫോൾഡറിൽ. എല്ലാം എന്നെ കുറിച്ചുള്ള ഡാറ്റ അല്ലേ, പക്ഷെ പല പല ഫോൾഡറിൽ പോയി കിടക്കാം. ഇതൊരു ബുദ്ധിമുട്ടല്ലാണ്. അതായത് എന്റെ പേരിൽ തന്നെയുള്ള എന്റെ സെയിം ആളെ കുറിച്ചുള്ള ഡാറ്റ പല പല സ്ഥലത്ത് പോയി കിടക്കാം. ഇതിനെ പറയുന്നവരാണ് ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ. നമ്മളെ പഴയ ഫയൽ സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഡ്യൂപ്ലിക്കേഷൻ. ദെൻ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകൺസിസ്റ്റന്റ് ചേഞ്ച്. അതായത് നോക്കിയേ, ഇതൊരു കമ്പ്യൂട്ടർ ആണെന്ന് വിചാരിക്കാം. എന്നെ കുറിച്ചുള്ള ഒരു ഡാറ്റ ഒരു ഫയലിലുണ്ട്, ഈ സെയിം എന്നെ കുറിച്ചുള്ള ഡാറ്റ തന്നെ വേറൊരു ഫയലുണ്ടെന്ന് വിചാരിക്കാം. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രശ്നം, ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ. ഇവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് ഇപ്പുറത്തുള്ള ഈ ഫോൾഡറിൽ ചേഞ്ച് ആവും ഇല്ല അല്ലെ. അതെന്തുകൊണ്ടാ, പല സ്ഥലത്ത് പല ഫോൾഡറിലായിട്ട് ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിടക്കുകയാണ്. ഓരോരുത്തർ വല്ല മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത ഫോൾഡറിൽ ആ ചേഞ്ച് വരില്ല. ഇതിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻകൺസിസ്റ്റന്റ് ചേഞ്ച്. അതായത് ഓരോരുത്തർ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അപ്പുറത്ത് അടുത്ത ഫോൾഡറിൽ അത് ചേഞ്ച് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ദെൻ ഡാറ്റ റിട്രീവൽ ഈസ് ഡിഫിക്കൽട്ട്. നമുക്ക് തന്നെ അറിയാലേ, നമ്മൾ ഈ ചില ഫയലൊക്കെ കാണാണ്ട് കമ്പ്യൂട്ടറിൽ കിടന്ന് തപ്പാറില്ലേ, അതായത് വല്ല ഫോൾഡറിനൊക്കെ ഉള്ളിലായിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ്, ഡാറ്റ റിട്രീവൽ ഈസ് ഡിഫിക്കൽട്ട് ഇൻ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം. അതായത് ഈ ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റ റിട്രീവ് എന്ന് വെച്ചാൽ എന്താ, എടുക്കാൻ, ഡാറ്റ റിട്രീവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. അടുത്തത് ഓൺലി പാസ്വേഡ് മെക്കാനിസം ഫോർ സെക്യൂരിറ്റി. അതായത് ഇതിന് പ്രത്യേകിച്ച് സെക്യൂരിറ്റി ഒന്നുമില്ല, ആകെ കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് ഇട്ട് വെക്കാന്നല്ലാതെ പ്രത്യേകിച്ച് സെക്യൂരിറ്റി മെഷർമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന് ഉണ്ടായിരുന്നില്ല. അതേമാതിരി തന്നെ നോ സ്റ്റാൻഡർഡൈസേഷൻ ഓൺ ഡാറ്റ. പല യൂസേഴ്സ് യൂസ് ചെയ്യുന്നു, പല ഫോൾഡറിൽ കൊണ്ട് ഡാറ്റ ഇടുന്നു, പല ആൾക്കാർ അവരുടെ ഇഷ്ടമുള്ള മാതിരി ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല, ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് എന്ത് പണ്ട് ഫയൽ സിസ്റ്റത്തിൽ നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യാറുണ്ടല്ലേ ഫയൽ മാനേജറൊക്കെ, ആ ഫയൽ സിസ്റ്റത്തിൽ ഡാറ്റനെ സ്റ്റോർ ചെയ്തിരുന്നത്. അപ്പൊ ഇതിന് ഇത്രയും ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. എന്തൊക്കെയാ, ഒന്ന് ഡ്യൂപ്ലിക്കേഷൻ ആണ് അല്ലെ. ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഡ്യൂപ്ലിക്കേഷൻ ആണ്. പല ഡാറ്റ പല ഫോൾഡറിലൊക്കെ ആയി കിടക്കുന്നുണ്ടാവും, ഡ്യൂപ്ലിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ കുറെ സ്ഥലമൊക്കെ വേസ്റ്റ് ആയി പോകും. ദെൻ അടുത്താണ് എന്ത്, ഇൻകൺസിസ്റ്റന്റ് ചേഞ്ച്. അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫയലിൽ വരുന്ന മാറ്റം മറ്റൊരു ഫയലിൽ ആവണമെന്നൊരു നിർബന്ധമില്ല. ദെൻ ഡാറ്റ റിട്രീവൽ ഈസ് ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ എന്താ, ഡാറ്റ ഫോൾഡറിന്റെ ഉള്ളിലേക്ക് കിടക്കായിരിക്കും, അത് റിട്രീവ് ചെയ്യാൻ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ദെൻ അടുത്ത് എന്താ, ഓൺലി എ പാസ്വേഡ് മെക്കാനിസം ഫോർ സെക്യൂരിറ്റി. അതായത് ഡാറ്റാബേസിന് സെക്യൂരിറ്റി ഒന്നുമില്ല, ആകെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താ, കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ് ഇട്ട് വെക്കാന്നല്ലാതെ വേറൊരു സെക്യൂരിറ്റി മെക്കാനിസം എന്തിനകത്തില്ല, ഈ ഡാറ്റ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഇല്ല. അതേമാതിരി തന്നെ നോ സ്റ്റാൻഡർഡൈസേഷൻ ഓൺ ഡാറ്റ. പല ആൾക്കാരാണ് സ്റ്റോർ ചെയ്യുന്നത്, അവർക്ക് ഇഷ്ടമുള്ളതാണ് സ്റ്റോർ ചെയ്യുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്, ഡാറ്റ ഇങ്ങനെ സ്റ്റോർ ചെയ്യാവുന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് അതിനകത്ത് ഉണ്ടായിരുന്നില്ല, ഈ പഴയ ഫയൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അല്ലെ, ഇത്രയും ഡ്രോബാക്സ് അനുഭവിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ആര് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡാറ്റാബേസ്. അപ്പൊ നമുക്ക് എന്താണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തുടങ്ങണം. നീഡ് ഓഫ് ഡാറ്റാബേസ്. എന്താണ് ഡാറ്റാബേസ്? ഒന്നുമില്ലടാ, നമ്മൾ നേരത്തെ ഡാറ്റ എന്താ ചെയ്തേ, പല പല ഫയലിലായിട്ട് ഫോൾഡറിലായിട്ട് തോന്നിയ വരിലിട്ടത്. അങ്ങനെ തോന്നിയ പോലെ വെക്കാതെ ഡാറ്റനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ then it is called a database. അപ്പൊ എന്താ ഡാറ്റാബേസ് നോക്കി, ഡാറ്റാബേസ് ഈസ് എ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ. എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളുടെ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കുട്ടികളെന്ന് വിചാരിക്കാം, ഓക്കെ, സ്റ്റാൻഡേർഡ്സിന് വിചാരിക്കാം. 5ാം ക്ലാസ്സിലെ പിള്ളേരുടെ ഡാറ്റയുടെ ഒപ്പം ആയിരിക്കും 6ാം ക്ലാസ്സിലെ പിള്ളേരുടെ ഡാറ്റ എഴുതാം അല്ല അല്ലെ. 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ, അതായത് 5ാം ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും ഒരു ഡാറ്റാബേസ്, 6ാം ക്ലാസ്സിലെ എല്ലാ പിള്ളേർക്കും ഒരു ഡാറ്റാബേസ്. അതായത് ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എന്താ, പരസ്പരം ബന്ധമുള്ള ഡാറ്റകളുടെ ഒരു ഓർഗനൈസ്ഡ് കളക്ഷൻ ആണെന്ത്
ഡാറ്റാബേസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് എ ഡാറ്റാബേസ്? ഡാറ്റാബേസ് ഈസ് എൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ബന്ധമുള്ള ഡാറ്റയുടെ ഒരു ഓർഗനൈസ്ഡ് കളക്ഷൻ ആണ് എന്ത് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഓർഗനൈസ്ഡ് കളക്ഷൻ ആയിട്ടുള്ള ഡാറ്റാബേസ് നമുക്ക് മാനേജ് ചെയ്യണമല്ലോ. മാനേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡാറ്റാബേസിലേക്ക് ചിലപ്പോൾ പുതിയ ഡാറ്റ ആഡ് ചെയ്യേണ്ടി വരും, അല്ലെ? ഉള്ള ഡാറ്റ എഡിറ്റ് ചെയ്യേണ്ടി വരും, റിട്രീവ് ചെയ്യേണ്ടി വരും, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമല്ലോ. അപ്പൊ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യണം. നമുക്ക് ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് മക്കളെ എന്ത് DBMS അഥവാ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. ഇത് സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം വിച്ച് ഡീൽസ് ദ സ്റ്റോറേജ്, റിട്രീവൽ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഡാറ്റാബേസ്. ഡാറ്റാബേസിലേക്ക് സ്റ്റോർ ചെയ്യാൻ, ഡാറ്റാബേസിനെ റിട്രീവ് ചെയ്യാൻ, ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് എന്ത് DBMS അഥവാ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ദെൻ ആദ്യം യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ത് സിസ്റ്റം ആയിരുന്നു? ഫയൽ സിസ്റ്റം ആയിരുന്നു. അതിന് ഒരുപാട് ഡ്രോബാക്കുകൾ ഉണ്ടായിരുന്നു. അതിനെ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ആരെ കൊണ്ടുവരുന്നത്? ഈ നമ്മുടെ ഡാറ്റാബേസിനെ കൊണ്ടുവരുന്നത് അല്ലെ? നമുക്ക് അടുത്തേക്ക് പഠിക്കാൻ പോകുന്നതാണ് എന്ത് അഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റാബേസ്. നമ്മളെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒരു 5 പോയിന്റ് എന്തായാലും പഠിച്ചിരിക്കണം. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് എന്താ? കൺട്രോളിംഗ് ഡാറ്റ റിഡൻഡൻസി. ഡാറ്റ റിഡൻഡൻസി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ? ഒരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞിരുന്നു. എന്താ? ഡ്യൂപ്ലിക്കേഷൻ. ഡാറ്റയുടെ ഡ്യൂപ്ലിക്കേഷൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിരുന്നു. ആ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഡിസഡ്വാൻറ്റേജ് ആര് സോൾവ് ചെയ്യുന്നു? ഡാറ്റാബേസ് സോൾവ് ചെയ്യുന്നു. അതായത് ഡ്യൂപ്ലിക്കേഷൻ പറയുന്ന മറ്റൊരു പേരാണ് എന്ത് മക്കളെ? റിഡൻഡൻസി. റിഡൻഡൻസി എന്ന് വെച്ചാൽ എന്താ? ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ. ഇവിടെ കൺട്രോളിംഗ് ഡാറ്റ റിഡൻഡൻസി എന്ന് വെച്ചാൽ എന്താ? ഡ്യൂപ്ലിക്കേഷനെ കൺട്രോൾ ചെയ്യുന്നു. റിഡൻഡൻസിയെ കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഡ്യൂപ്ലിക്കേഷനെ ഒഴിവാക്കാം. അപ്പൊ നോക്കിയേ, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഈസ് നോൺ ആസ് ഡാറ്റ റിഡൻഡൻസി. ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ വന്ന എന്താ പ്രശ്നം? കുറെ സ്റ്റോറേജ് വേസ്റ്റ് ആവും, നമ്മളെ കുറെ പൈസ വേസ്റ്റ് ആവും സ്റ്റോറേജ് ചെയ്യാൻ അല്ലെ? ഈ ഡ്യൂപ്ലിക്കേഷൻ ആര് ഒഴിവാക്കുന്നു? ഡാറ്റാബേസ് സിസ്റ്റം ഒഴിവാക്കുന്നു. അതാ പറയുന്നത് ഡാറ്റാബേസ് സിസ്റ്റം ഡു നോട്ട് മെയിൻറ്റെയിൻ റിഡൻഡന്റ് ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ ആര് മെയിൻറ്റെയിൻ ചെയ്യില്ല? ഡാറ്റാബേസ് സിസ്റ്റത്തിൽ ഉണ്ടാവില്ല. അശ്വിന്റെ പേരിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയാൽ ഒരെണ്ണം മാത്രം, അല്ലെങ്കിൽ ഒറ്റ കോളം മാത്രം, അല്ലെങ്കിൽ ഒറ്റ റോ മാത്രം ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എന്തിനകത്ത് ഉണ്ടാവില്ല? ഡാറ്റാബേസിൽ ഉണ്ടാവില്ല. നെക്സ്റ്റ് അഡ്വാൻറ്റേജ് ഈസ് ഡാറ്റ കൺസിസ്റ്റൻസി. ഡാറ്റ കൺസിസ്റ്റൻസി മക്കളെ നോക്കിയടാ. എന്താ ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞേ? ഇൻകൺസിസ്റ്റൻസി നോക്കാം. എന്റെ പേരിൽ 2 ഫോൾഡർ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാനൊരു ഫോൾഡറിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതടുത്ത ഫോൾഡറിൽ വരില്ല അല്ലെ? ഇതാണോ നേരത്തെ പഠിച്ച ഡിസഡ്വാൻറ്റേജ്? ഇൻകൺസിസ്റ്റൻസി. ഇങ്ങനെ ഇൻകൺസിസ്റ്റൻസി വരാൻ കാരണം എന്താ? എന്റെ പേരിൽ 2 ഫോൾഡർ ഉണ്ടായതുകൊണ്ടാണ് അല്ലെ? എന്റെ പേരിൽ ഡ്യൂപ്ലിക്കേറ്റ് ഫോൾഡേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ എന്തിപ്പോ തന്നെ പഠിച്ചു? ഡാറ്റാബേസിൽ എന്തില്ല? ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ഫോൾഡേഴ്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഡാറ്റാബേസിൽ എന്തില്ല? ഇൻകൺസിസ്റ്റൻസി ഇല്ല. ഡ്യൂപ്ലിക്കേറ്റ് ഫോൾഡേഴ്സ് ഉണ്ടായാലും എന്തുണ്ടാവുള്ളൂ? ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനല്ല. എന്റെ പേരിൽ ഒറ്റ സംഭവമേ ഉള്ളൂ, ഒറ്റ റെക്കോർഡേ ഉള്ളൂ. സോ ഇവിടെ എന്തുണ്ടാവില്ല? ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവില്ല. അതാ പറയുന്നത് ഡാറ്റ റിഡൻഡൻസി ലീഡ്സ് ടു ഡാറ്റ ഇൻകൺസിസ്റ്റൻസി. തൊട്ട് മുന്നേ പഠിച്ചതാണ്. ഡാറ്റ ഇൻകൺസിസ്റ്റൻസി കാരണം എന്താ? ഡ്യൂപ്ലിക്കേഷൻ ആണ് അഥവാ റിഡൻഡൻസി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഡാറ്റ കൺസിസ്റ്റൻസി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ കൺട്രോളിംഗ് ഡാറ്റ റിഡൻഡൻസി. ഡാറ്റ റിഡൻഡൻസിയെ കൺട്രോൾ ചെയ്ത് നമുക്ക് എന്താ അച്ചീവ് ചെയ്യാം? ഡാറ്റ കൺസിസ്റ്റൻസി അച്ചീവ് ചെയ്യാം. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ വന്നാൽ ഇൻകൺസിസ്റ്റൻസി ആവും. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കിയതുകൊണ്ട് ഡാറ്റ എന്തായി? കൺസിസ്റ്റന്റ് ആയി. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ് ആണ് എന്ത്? എഫിഷ്യന്റ് ഡാറ്റ ആക്സസ്. നമ്മൾ തൊട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പഠിച്ചാണല്ലേ? അവിടെ ഡാറ്റ റിട്രീവൽ ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു എന്ത് ഫയൽ സിസ്റ്റത്തിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ലടാ. ഡാറ്റനെ റിട്രീവ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ എന്തിനകത്തുണ്ട്? ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ ഉണ്ട്. ഡാറ്റ റിട്രീവ് ചെയ്യാൻ ഒരുപാട് കൺസെപ്റ്റുകൾ ഇതിനകത്തുണ്ട്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലുണ്ട്. അതാ പറയുന്നത് എന്ത്? എഫക്റ്റീവ് ഡാറ്റ ആക്സസ്. ഈ ടെക്നിക്കുകളൊക്കെ നമ്മൾ അടുത്ത പാഠത്തിലായിട്ട് പഠിക്കും, SQL പഠിക്കും. എനിവേ ദെൻ അടുത്ത പോയിന്റ് ആണ് എന്ത്? ഡാറ്റ ഇന്റഗ്രിറ്റി. ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഓവറോൾ കംപ്ലീറ്റ്നെസ്, ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിലുള്ള ഡാറ്റ കംപ്ലീറ്റ് ആയിരിക്കണം അല്ലെ? കംപ്ലീറ്റ് വെച്ചാൽ എന്താ? മുഴുവനും വേണം. അതായത് കുറച്ച് ഭാഗമല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റ വേണം, ആക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ വേണം, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡാറ്റ വേണം. ഇങ്ങനെ 3 കണ്ടീഷൻ കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഡാറ്റ ഇന്റഗ്രിറ്റി. അപ്പൊ ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ എന്താ? ദ ഓവറോൾ കംപ്ലീറ്റ്നെസ്, ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ദ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ് ഈസ് കോൾഡ് നോൺ ആസ് ഡാറ്റ ഇന്റഗ്രിറ്റി. ഓക്കെ അല്ലേ? ദെൻ അടുത്ത സംഭവമാണ് എന്ത്? ഡാറ്റ സെക്യൂരിറ്റി. നമ്മൾ തൊട്ട് മുന്നേ ഡിസഡ്വാൻറ്റേജ് പഠിച്ചാണ് എന്ത്? അവിടെ ഡാറ്റ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. ആർക്ക്? ഫയൽ സിസ്റ്റത്തിൽ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഡാറ്റ സെക്യൂരിറ്റിക്ക് ആയിട്ട് ഒരുപാട് വഴികളുണ്ട്. ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് സെറ്റിംഗ് ആക്സസ് റേറ്റ്. അതായത് സംഭവം സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫയൽ സിസ്റ്റത്തിലാണെങ്കിൽ നമുക്ക് ആകെ ചെയ്യാവുന്ന ഒറ്റ വഴി എന്ന് വെച്ചാൽ എന്താ? കമ്പ്യൂട്ടറിന് ഒരു പാസ്വേഡ് ഇട്ട് വെക്കാം. ആ പാസ്വേഡ് അറിയാവുന്ന ആർക്കും എന്ത് ചെയ്യാം? ഡാറ്റാബേസിന് ഏത് മൂലയും കോണും വേണമെങ്കിൽ കയറി യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലടാ. പാസ്വേഡ് മാത്രം അറിയേണ്ട കാര്യമില്ല. നമുക്ക് ഡാറ്റാബേസ് ആക്സസ് ചെയ്യണമെങ്കിൽ
അതിനകത്തേക്കുള്ള ആക്സസ് റേറ്റ് നമുക്ക് കിട്ടിയിരിക്കണം. ഡീപ്പായിട്ട് നമ്മൾ അടുത്ത പാഠങ്ങളിൽ പഠിക്കുന്നതാണ്. എനിവേ അടുത്ത അഡ്വാൻറ്റേജ് ആണ് ഡാറ്റാബേസിന്റെ പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് സെറ്റിംഗ് ആക്സസ് റേറ്റ്. അപ്പൊ അങ്ങനെ മുഴുവൻ 5 അഡ്വാൻറ്റേജസ് പഠിക്കാനുള്ളത് മക്കളെ വൃത്തിക്ക് പഠിക്കണം. എന്തൊക്കെയാണ്? കൺട്രോളിങ് ഡാറ്റ റിഡൻഡൻസി, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നു, ഡാറ്റ കൺസിസ്റ്റൻസി, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഡാറ്റ കൺസിസ്റ്റന്റ് ആണ്, എഫിഷ്യന്റ് ഡാറ്റ ആക്സസ്, ഡാറ്റനെ ആക്സസ് ചെയ്യാൻ ഒരുപാട് എഫിഷ്യന്റ് ആയിട്ടുള്ള ടെക്നിക്കുകൾ ഉണ്ട്, ഡാറ്റ ഇന്റഗ്രിറ്റി എന്ന് വെച്ചാൽ എന്താ? കംപ്ലീറ്റ്നെസ്, ആക്യുറസി ആൻഡ് കൺസിസ്റ്റൻസി ഓഫ് ഡാറ്റ ഇൻ ഡാറ്റാബേസ്. എന്താ നെക്സ്റ്റ് വൺ ഈസ് ഡാറ്റ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താ? പ്രൊട്ടക്ഷൻ ഓഫ് ഡാറ്റ ആൻഡ് സെറ്റിംഗ് ആക്സസ് റേറ്റ്. അപ്പൊ 5 എന്തായാലും പഠിക്കുക. അതുകൂടാതെ അഡീഷണലി ഒരു 3 പോയിന്റും കൂടി ഉണ്ട്. 5 നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഞാനപ്പോ 8 പോയിന്റ് പറയാം, അതിൽ നിന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് 5 പോയിന്റ് പഠിച്ചിരിക്കുക. അടുത്താണ് എന്ത്? ഷെയറിംഗ് ഓഫ് ഡാറ്റ. അതായത് ഡാറ്റാബേസിലുള്ള ഡാറ്റ മറ്റ് യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഒരു ഫയലാക്കിയിട്ട് ഡാറ്റ വെക്കുകയാണെങ്കിൽ അത് എന്റെ ഫോണിൽ മാത്രമേ ഉള്ളൂ, വേറെ ആൾക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡാറ്റാബേസിലാണെങ്കിലോ ഒരു ഡാറ്റാബേസിൽ ഉള്ള ഡാറ്റ ആ ഡാറ്റാബേസിലുള്ള പല യൂസേഴ്സും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ഷെയർ ചെയ്യാൻ പറ്റും. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഷെയറിംഗ് ഓഫ് ഡാറ്റ. അതായത് ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ് ക്യാൻ ബി ഷെയർഡ് അമംഗ് ഡിഫറെന്റ് യൂസേഴ്സ് ഓഫ് ഓർ പ്രോഗ്രാംസ്. അതാണ് എന്ത്? ഷെയറിംഗ് ഓഫ് ഡാറ്റ. ദെൻ സെക്കൻഡ് ലാസ്റ്റ് വൺ ഈസ് എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. നമ്മൾ തൊട്ട് മുന്നേ ഡ്രോബാക്ക് ആയിട്ട് പറഞ്ഞാണ് എന്ത്? ഫയൽ സിസ്റ്റത്തിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇഷ്ടമുള്ള ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഡാറ്റ സേവ് ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ലടാ. ഡാറ്റാബേസിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ഡാറ്റ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡാറ്റാബേസിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്ത് പറയുന്നത്? എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്. ഈ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ഡാറ്റാബേസിലേക്കുള്ള സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ DBA. അപ്പൊ ഡാറ്റാബേസിന്റെ അഡ്മിൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിനൊക്കെ അഡ്മിനൊക്കെ കണ്ടിട്ടുണ്ടല്ലേ? അതേമാതിരി ഡാറ്റാബേസിന് ആരുണ്ടാവും? ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ആ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഡാറ്റാബേസിൽ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ക്രാഷ് റിക്കവറി. എന്താ ക്രാഷ് റിക്കവറി എന്ന് വെച്ച് കഴിഞ്ഞാല് റിക്കവറി എങ്ങാനും നമ്മളുടെ കമ്പ്യൂട്ടർ അടിച്ചു പോയെന്ന് വിചാരിക്കുക, നമുക്ക് എന്ത് നഷ്ടപ്പെടില്ല? ഡാറ്റാബേസിലുള്ള ഡാറ്റ നഷ്ടപ്പെടില്ല. അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള മെക്കാനിസം ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് എന്ത്? പ്രൊവൈഡ്സ് ഡാറ്റ റിക്കവറി മെക്കാനിസം ഫ്രം സിസ്റ്റം ക്രാഷസ്. എങ്ങാനും കമ്പ്യൂട്ടർ അടിച്ചു പോവുകയാണെങ്കിൽ ഡാറ്റ റിക്കവറി ആണ് മെക്കാനിസംസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തില് 8 പോയിന്റ്സ് ഉണ്ട്. എന്തൊക്കെയാ? controlling data redundancy, data consistency, efficient data access, data integrity, data security, sharing of data, enforcement of standard, crash recovery. ഈ 8 പോയിന്റില് 5 പോയിന്റ് നമുക്ക് എഴുതേണ്ടി വരുള്ളൂ. പക്ഷെ മക്കളെ നോക്കി കറക്റ്റ് 5 എണ്ണം പഠിച്ചു പോയി കഴിഞ്ഞാൽ എങ്ങാനും ആ പഠിച്ച പോലെ ചെറിയ കുഞ്ഞു പോയിന്റ് ഒക്കെ ആണെങ്കിൽ മാർക്ക് വരില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? കറക്റ്റ് ഒരു 6-7 പോയിന്റ് അതിനെ പഠിക്കുക. വൃത്തിക്ക് ഒരു 5 എണ്ണം എഴുതാം. ഒരെണ്ണം എക്സ്ട്രാ എഴുതി കഴിഞ്ഞാൽ സേഫ് ആയി ആ 3 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് ഒക്കെ കിട്ടി. ഓക്കെ, അടുത്താണെന്ത്? കമ്പോണൻസ് ഓഫ് DBMS എൻവിറോൺമെന്റ്. DBMS എൻവിറോൺമെന്റിന്റെ കമ്പോണൻസ് 5 കമ്പോണൻസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം. ആരൊക്കെയാണ് DBMSന്റെ കമ്പോണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി. DBMSന്റെ കമ്പോണൻസ് ആണോ നമ്മൾ പഠിക്കുന്നത്? അല്ല. ഡാറ്റാബേസ് വർക്ക് ആവാൻ ഒരു എൻവിറോൺമെന്റ് ഉണ്ട്. അതിനെ പറയുന്ന പേരാണ് DBMS എൻവിറോൺമെന്റ്. അതായത് DBMS വർക്ക് ആവാൻ കുറച്ച് ആൾക്കാരുടെ ആവശ്യമുണ്ട്. എല്ലാ ആൾക്കാരും ഇവിടെ ചേർത്ത് പറയുന്ന പേരാണ് എന്ത്? DBMS എൻവിറോൺമെന്റ്. ഈ DBMS എൻവിറോൺമെന്റിൽ ആരൊക്കെയുണ്ട് അതാണ് അവന് പഠിക്കാൻ പോണത്. 5 ആൾക്കാരാണുള്ളത്. 1 ഹാർഡ്വെയർ ആണ്, 2 സോഫ്റ്റ്വെയർ ആണ്, 3 ഡാറ്റയാണ്, 4 പ്രൊസീജിയർ ആണ്, and the 5th one യൂസർ ആണ്. ഈ 5 ആൾക്കാരാണ് എന്ത്? DBMS എൻവിറോൺമെന്റിന്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ആളെ നോക്കാം. ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താ മക്കളെ? എടാ നമ്മുടെ ഡാറ്റാബേസ് അത് കൈ പിടിച്ചേക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഒരു കമ്പ്യൂട്ടറെ കൊണ്ട് സ്റ്റോർ ചെയ്യണ്ടേ? നമ്മുടെ ഡാറ്റാബേസിനെ സ്റ്റോർ ചെയ്യുന്ന ആ ഹാർഡ്വെയർ അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ, ആ ഫിസിക്കൽ കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ് എന്ത്? ഹാർഡ്വെയർ. അപ്പൊ നോക്കി, ഇറ്റ് ഈസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ്ഡ് ഫോർ സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ. ഡാറ്റാബേസിനെ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിനെ പറയുന്ന പേരാണ് എന്ത്? ഹാർഡ്വെയർ. ദെൻ ഹാർഡ്വെയറിൽ എന്ത് വേണം? അടുത്ത സംഭവം എന്ത്? സോഫ്റ്റ്വെയർ അല്ലേ? അപ്പൊ നോക്കിയേ, ദ സെക്കൻഡ് തിങ് ഈസ് സോഫ്റ്റ്വെയർ. DBMS എൻവിറോൺമെന്റിലെ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ആൾക്കാരുണ്ട്. 3 ആൾക്കാർ കൂടിച്ചേരുന്നതാണ് എന്ത്? DBMS എൻവിറോൺമെന്റിന്റെ അകത്ത സോഫ്റ്റ്വെയർ. DBMS അല്ലാത്ത DBMS എൻവിറോൺമെന്റിന്റെ അകത്ത സോഫ്റ്റ്വെയർ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കി, കൺസിസ്റ്റ് ഓഫ് ഒന്ന് ആക്ച്വൽ DBMS. നമ്മൾ ഒട്ടു മുന്നേ പഠിച്ചു. DBMS എന്ന് വെച്ചാൽ എന്താണ്? ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒന്ന് അയാൾ തന്നെയാണ്. ദ സെക്കൻഡ് വൺ ഈസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ദ തേർഡ് വൺ ഈസ് യൂട്ടിലിറ്റീസ്. ഇങ്ങനെ 3 സോഫ്റ്റ്വെയർസ് കൂടിച്ചേരുന്നതാണ് എന്ത്? DBMS എൻവിറോൺമെന്റിലെ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ആരൊക്കെയാണ് നോക്കാം. 1 by 1 ആയിട്ട് നമുക്ക് പറഞ്ഞു പോവാം. നോക്കിയേ, ദ ഫസ്റ്റ് വൺ ഈസ് ആരാ? ഫസ്റ്റത്തെ ആളാര്? DBMS. DBMS എന്നാ നമ്മൾ ഒട്ടു മുന്നേ പഠിച്ചാണ് അല്ലെ? DBMS. ഇവിടെ വേറൊരു ഡെഫിനിഷൻ പഠിക്കുന്നുണ്ട്.
DBMS is the software that interacts with user, application program and utilities. നോക്കിയേ മൊത്തം 3 സോഫ്റ്റ്വെയർസ് ഉണ്ട്. ആരൊക്കെയാ? ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ട്, യൂട്ടിലിറ്റീസ് ഉണ്ട്, ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളുണ്ട് യൂസർ. ഈ 3 ആൾക്കാരുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ആര്? DBMS. അതായത് യൂസേഴ്സിനോട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനോട്, യൂട്ടിലിറ്റീസിനോട്, ഈ 3 ആൾക്കാരോടും ഇന്ററാക്ട് ചെയ്യുന്ന മെയിൻ സോഫ്റ്റ്വെയർ ആണ് DBMS. Then next one is application program. എന്താ ആപ്ലിക്കേഷൻ പ്രോഗ്രാം നോക്കി? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ യൂസ്ഡ് ടു ആക്സസ് ഡാറ്റ. ഡാറ്റയെ ആക്സസ് ചെയ്യാനുള്ള, എടുക്കാനുള്ള പ്രോഗ്രാംസ് ആണ് എന്ത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. നോക്കി, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ യൂസ്ഡ് ടു ആക്സസ് ഡാറ്റ. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ അവിടെ, യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് എന്താ? യൂട്ടിലിറ്റീസ് ആർ ദ സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ്ഡ് ടു മാനേജ് ഡാറ്റാബേസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, +1 പഠിച്ചിട്ടുണ്ട് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ അല്ലെ, സിസ്റ്റം മെയിൻ്റെനൻസ് ടാസ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിവേ നമ്മുടെ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് ആണ് എന്ത്? യൂട്ടിലിറ്റീസ്. നോക്കിയേ, യൂട്ടിലിറ്റീസ് ആർ ദ സോഫ്റ്റ്വെയർ ടൂൾസ് യൂസ്ഡ് ടു മാനേജ് ഡാറ്റാബേസ്. അങ്ങനെ 3 ആൾക്കാർ ഓടിച്ചിരുന്നാണ് എന്ത്? DBMS എൻവയോൺമെന്റിലെ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ആരൊക്കെയാ? 1 ഫസ്റ്റത്തെ ആള് DBMS ആണ്. DBMS എന്താ ചെയ്യുന്നത്? ഇന്ററാക്ട് വിത്ത് ആപ്ലിക്കേഷൻ പ്രോഗ്രാം, യൂട്ടിലിറ്റീസ് ആൻഡ് യൂസേഴ്സ്. ദ സെക്കൻഡ് വൺ ഈസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസർ ടു ആക്സസ് ഡാറ്റ. ആൻഡ് ദ തേർഡ് വൺ ഈസ് യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസ് ആർ യൂസ്ഡ് ടു മാനേജ് ഡാറ്റാബേസ്. ഇങ്ങനെ 3 സോഫ്റ്റ്വെയർസ് കൂടിച്ചിരുന്നാണ് എന്ത്? DBMS എൻവയോൺമെന്റിലെ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെ പഠിച്ചടാ? ഹാർഡ്വെയർ പഠിച്ചു അല്ലെ? ഹാർഡ്വെയർ പഠിച്ചു, സോഫ്റ്റ്വെയർ പഠിച്ചു. ദെൻ അടുത്ത ആളിന്, മൂന്നാമത്തെ ആള്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആള്, ഡാറ്റാബേസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആളാണ് ആര്? ഡാറ്റ അല്ലെ? ഡാറ്റ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതാണ് എന്ത്? ഡാറ്റാബേസ്. അപ്പൊ എന്താ ഡാറ്റ നോക്കാം. ഡാറ്റ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ആണ്. ഈ ഡാറ്റയെ നമുക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. വൺ ഈസ് ഓപ്പറേഷണൽ ഡാറ്റ ആൻഡ് ദ തിങ് നെക്സ്റ്റ് വൺ ഈസ് മെറ്റാ ഡാറ്റ. ഓപ്പറേഷണൽ ഡാറ്റ ഉണ്ട്, മെറ്റാ ഡാറ്റ ഉണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കറക്റ്റ് ഇത് ഇങ്ങനെയല്ല, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകാൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഒരു ടേബിൾ നോക്കാം കേട്ടോ. നെയിമുണ്ട്, റോൾ നമ്പർ ഉണ്ട്. നോക്കി, ഒരു ടേബിൾ ആണ്. ഈ ടേബിളിനകത്ത് XYZ 10 ABC 11 ഇതെല്ലാം എന്താണ്? ഡാറ്റയാണ്. ഞാൻ ഇതിനെ കുറിച്ച് വേറൊരു കാര്യം എഴുതി വെക്കുകയാണ്. ദീസ് ആർ കമ്പ്യൂട്ടർ സ്റ്റുഡൻസ്. ദീസ് ആർ കമ്പ്യൂട്ടർ സ്റ്റുഡൻസ്. ഇപ്പൊ നോക്കിയടാ, നമുക്ക് ആവശ്യമുള്ള ഡാറ്റ ഇതായിരുന്നു. അത് ഈ 4 ആൾക്കാർ. ഇതാണ് ഡാറ്റ, അല്ലെങ്കിൽ ഇവരെ പറയുന്ന പേരാണ് എന്ത്? ഓപ്പറേഷണൽ ഡാറ്റ. ഇവിടെ വേറൊരു സംഭവം എഴുതി വെച്ചിട്ടില്ല. എന്താ? ദീസ് ആർ കമ്പ്യൂട്ടർ സ്റ്റുഡൻസ്. ഇതും ഡാറ്റയാണ്. അതായത് ഈ ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ അല്ലേ ഇത്? ഇതിനെ പറയുന്ന പേരാണ് എന്ത്? മെറ്റാ ഡാറ്റ. അപ്പൊ നോക്കിയേ, ഇത് ഓപ്പറേഷണൽ ഡാറ്റ. അപ്പൊ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് ഡാറ്റ ഉണ്ട്. ഒന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഡാറ്റ ഓപ്പറേഷണൽ ഡാറ്റ, ആൻഡ് അതർ വൺ ഈസ് ഈ ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റ അഥവാ മെറ്റാ ഡാറ്റ. മക്കളെ 1 വേർഡ് ചോദിക്കാറുണ്ട്. മെറ്റാ ഡാറ്റ എന്താന്ന് 1 വേർഡ് ചോദിക്കാറുണ്ട്. എന്താ മെറ്റാ ഡാറ്റ? മെറ്റാ ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? ഡാറ്റ എബൌട്ട് ഡാറ്റ. ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയാണ് എന്ത്? മെറ്റാ ഡാറ്റ. അപ്പൊ നോക്കിയേ, ഡാറ്റ എന്ന് വെച്ചാൽ ആരെ കൂടി ചേരുന്നതാ? ഓപ്പറേഷൻ ഡാറ്റ ഉണ്ട്, മെറ്റാ ഡാറ്റ ഉണ്ട്. മെറ്റാ ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? ഡാറ്റയെ കുറിച്ചുള്ള ഡാറ്റയാണ് എന്ത്? മെറ്റാ ഡാറ്റ. അടുത്ത് നോക്ക്, ഇത് ആക്ച്വൽ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് യൂസസ് ഡാറ്റ ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. അതായത് ഒരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡാറ്റകളെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളെയും ഡാറ്റാബേസിൽ ഒരുമിച്ചല്ല വെച്ചിരിക്കുന്നത്, അവരെ സെപ്പറേറ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. അതാണ് പറയുന്നത് ദ ആക്ച്വൽ ഡാറ്റയും ആൻഡ് പ്രോഗ്രാംസ് ദാറ്റ് യൂസസ് ഡാറ്റ യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളെയും എങ്ങനെ വെച്ചിരിക്കുന്നത്? ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. രണ്ടാൾക്കാരും ഡാറ്റയും പ്രോഗ്രാംസും ഒരുമിച്ചല്ല, ഡാറ്റയെ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദെൻ അടുത്ത പോയിന്റ് നോക്കിയേ, ഫോർ എഫക്റ്റീവ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ ഓഫ് ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ആസ് ഫീൽഡ്സ്, റെക്കോർഡ്സ് ആൻഡ് ഫയൽസ്. നമ്മൾ പറയാറില്ലേ, അളക്കാറില്ലേടാ, മീറ്റർ, കിലോമീറ്റർ ഇല്ലേ, സെന്റിമീറ്റർ അളക്കാറില്ലേ? ഇതേപോലെ തന്നെ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നു? 3 യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ യൂണിറ്റ് ആണ് എന്ത്? ഫീൽഡ്. ഒരു ഡാറ്റയുടെ ഏറ്റവും ചെറിയ യൂണിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? ഫീൽഡ്. ഓക്കെ അല്ലേ? അതായത് ജസ്റ്റ് ഒരു ഫീൽഡ്, നെയിം, എന്റെ പേര്, ജസ്റ്റ് ഒരു ഫീൽഡ്. ഓക്കെ അല്ലേ? ദെൻ വേറൊരു ഫീൽഡ്, എന്റെ വയസ്സാണ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഡാറ്റയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്, ഒരു ജസ്റ്റ് ഒരു കള്ളി, ഇതിനെ പറയുന്ന പേരാണ് എന്ത്?
ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ? സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡാറ്റ. ഇനി ഇത് എന്റെ പേരാണെന്ന് വിചാരിക്കുക, ഇതെന്റെ വയസ്സാണെന്ന് വിചാരിക്കുക, ഇത് രണ്ടും എന്റെ അല്ലേടാ. അപ്പൊ പരസ്പരം ബന്ധമുള്ള ഫീൽഡുകളുടെ ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ വി ഗോട്ട് എ റെക്കോർഡ്. അപ്പൊ ഫീൽഡുകളുടെ കളക്ഷൻ ആണ് എന്ത്? റെക്കോർഡ്. ദെൻ സ്വാഭാവികമായിട്ടും റെക്കോർഡുകളുടെ കളക്ഷൻ ആണ് എന്ത്? ഫയൽ. അപ്പൊ നോക്കിയേ, ഡാറ്റയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ത്? ഫീൽഡ്. ഫീൽഡുകളുടെ കളക്ഷൻ ആണ് റെക്കോർഡ്. റെക്കോർഡുകളുടെ കളക്ഷൻ ആണ് എന്ത്? ഫയൽ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഡാറ്റനെ റിട്രീവ് ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ 3 യൂണിറ്റ് തിരിച്ചിട്ടുണ്ടായിരിക്കും. ഫീൽഡ് ആയിട്ട്, റെക്കോർഡ് ആയിട്ട്, ഫയൽ ആയിട്ട്. ഡാറ്റയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ആണ് എന്ത്? ഫീൽഡ്. ഫീൽഡുകളുടെ കളക്ഷൻ ആണ് എന്ത്? റെക്കോർഡ്. റെക്കോർഡുകളുടെ കളക്ഷൻ ആണ് എന്ത്? റെക്കോർഡുകളുടെ കളക്ഷൻ ആണ് എന്ത്? ഫയൽ. അപ്പൊ ഇത്രയും കാര്യമാണ് എന്ത്? ഡാറ്റനെ കുറിച്ച് പഠിക്കാനുള്ള എന്തൊക്കെയാ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് കോമ്പോണന്റ് ആണ്. 2 ടൈപ്പ് ഡാറ്റ ഉണ്ട്. ഓപ്പറേഷണൽ ഡാറ്റ ഉണ്ട്, മെറ്റാ ഡാറ്റ ഉണ്ട്. മെറ്റാ ഡാറ്റ എന്ന് വെച്ചാൽ എന്താ? ഡാറ്റ അബൌട്ട് ഡാറ്റ. ഇനി എന്താ പറയുന്നത്? ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ആർ സെപ്പറേറ്റഡ് ഫ്രം ഈച്ച് അതർ. ദെൻ ഫോർ എഫക്റ്റീവ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, അല്ലെ, നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റനെ 3 യൂണിറ്റ് തിരിച്ചിട്ടുണ്ടായിരിക്കുക. ഫയൽസ്, ഫീൽഡ്സ്, റെക്കോർഡ്സ് ആൻഡ് ഫയൽ. ഓക്കെ അല്ലേടാ? ഇത്രയും കാര്യങ്ങളാണ് എന്ത്? ഡാറ്റയെ കുറിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം. യൂസറോട് നിൽക്കട്ടെ. പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയർ അതായത് മക്കളെ നോക്കിയേ, എന്താ പ്രൊസീജിയർ എന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോഴാണ് എന്താവുന്നത് മക്കളെ? ഡാറ്റാബേസ് ആവുന്നത്. അപ്പൊ തോന്നിയ പോലെ ഓർഗനൈസ് ചെയ്യാൻ പറ്റൂ? ഇല്ല. ഡാറ്റനെ ഓർഗനൈസ് ചെയ്യാൻ കുറച്ച് നിയമങ്ങള്, കുറച്ച് നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡാറ്റനെ ഓർഗനൈസ് ചെയ്യാൻ, ഡാറ്റാബേസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസിനെയും ഇൻസ്ട്രക്ഷൻസിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊസീജിയേഴ്സ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. പ്രൊസീജിയേഴ്സ്, ഇൻസ്ട്രക്ഷൻ ആൻഡ് റൂൾസ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ ഡിസൈൻ ആൻഡ് യൂസ് ഓഫ് ഡാറ്റാബേസ്. ഡാറ്റാബേസിനെ ഡിസൈൻ ചെയ്യാൻ, ഡാറ്റാബേസിനെ യൂസ് ചെയ്യാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസിനെയും ഇൻസ്ട്രക്ഷൻസിനെയും വിളിക്കുന്ന പേരാണ് എന്ത്? പ്രൊസീജിയേഴ്സ്. ഓക്കെ അല്ലേടാ? അപ്പൊ നമുക്ക് 4 ആൾക്കാരെ പഠിച്ചല്ലേ? എന്തൊക്കെ പഠിച്ചു? ആദ്യം ഹാർഡ്വെയർ പഠിച്ചു. ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താ? സ്റ്റോർ ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണെന്ന് പഠിച്ചു. ദെൻ സോഫ്റ്റ്വെയർ പഠിച്ചു. ദെൻ ഡാറ്റ പഠിച്ചു. ദെൻ പ്രൊസീജിയർ പഠിച്ചു. അടുത്ത ആളിന് എന്ത്? യൂസേഴ്സ്. ആരാ? യൂസർ. ഒന്നുമില്ല, ഡാറ്റാബേസിന്, നമ്മളെ കമ്പ്യൂട്ടറിൽ ഇരിക്കുന്ന ഡാറ്റാബേസിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂസേഴ്സ്. അപ്പൊ നോക്കി ഇവർ എങ്ങനെ ഇത് യൂസ് ചെയ്യാ? യൂസേഴ്സ്, the persons who can access data on demand using application program. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ യൂസ് എന്താണ്, അല്ലെ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന്റെ യൂസ് എന്താ? ഡാറ്റനെ ആക്സസ് ചെയ്യാൻ. അപ്പൊ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിന് യൂസ് ചെയ്തുകൊണ്ട് ആവശ്യാനുസരണം, ഡിമാൻഡിനനുസരിച്ചിട്ട് ഡാറ്റനെ ആക്സസ് ചെയ്യുന്ന മനുഷ്യന്മാരെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂസേഴ്സ്. നോക്കിയേ, ദ പേഴ്സൺസ് എന്ന് വെച്ചാൽ മനുഷ്യന്മാര് ഹു ക്യാൻ ആക്സസ് ഡാറ്റ ഓൺ ഡിമാൻഡ്, അവർ ആവശ്യത്തിനനുസരിച്ചിട്ട് യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഇങ്ങനെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസിനെ ആക്സസ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? യൂസേഴ്സ്. നമുക്ക് ഉള്ള ഡാറ്റാബേസ് യൂസേഴ്സിന് ഒരു 4 ആൾക്കാരാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആൻഡ് നെയ്വ് യൂസേഴ്സ്. 4 ടൈപ്പ് യൂസേഴ്സ് ആണ് ഡാറ്റാബേസിലുള്ളത്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. എനിവേ, the persons who use അല്ലെങ്കിൽ the persons who access data using application program are called database users. അങ്ങനെ മൊത്തത്തില് 4 ആൾക്കാർ, അല്ലെ? 5 കമ്പോണൻസ് ആണ് ഇതിനകത്തുള്ളത്. ഡാറ്റാബേസിനുള്ള എന്തൊക്കെയാ? ഹാർഡ്വെയർ എന്ന് വെച്ചാൽ എന്താ? കമ്പ്യൂട്ടർ ആണ്. സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ അല്ലേടാ? അപ്പൊ ഇതാണ് എന്ത്? കമ്പോണൻസ് ഓഫ് ഡാറ്റാബേസ്. നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക് ആണ് എന്ത്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. ഡാറ്റ അബ്സ്ട്രാക്ഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ്. മക്കളെ നോക്കിയേ, അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക. ഇതിനെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ഷൻ. മനസ്സിലായില്ല അല്ലെ? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു DVD പ്ലെയറിൽ ഒരു ഡിസ്ക് ഇടുന്നു. നമ്മൾ ഡിസ്ക് ഇട്ടു, നമുക്ക് സിനിമ കാണാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിസ്ക് ഇടുന്നു, കുറച്ചേരം കറങ്ങുന്നു, നമുക്ക് സിനിമ കാണാൻ പറ്റും. ആക്ച്വലി ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും? ആ ഡിസ്ക് കിടന്ന് കറങ്ങുന്നുണ്ട് ഹൈ സ്പീഡിൽ. ഒരു ലേസർ ലൈറ്റ് അതിന്റെ ബൈൻഡറി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ബാക്കിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട്. അതിന്റെ ഒക്കെ പരിണിത ഫലമായിട്ടാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ആ സിനിമ കാണാൻ പറ്റുന്നത്. നമ്മ ഇത് വല്ലതും അറിയുന്നുണ്ടാ? നമ്മ ജസ്റ്റ് ഒരു ഡിസ്ക് ഇട്ടു, നമ്മ സിനിമ ഉണ്ടല്ലേ, അല്ലെ? അപ്പൊ അതിന്റെ ബാക്കിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്? ഇത് ഡിസൈൻ ചെയ്ത ആള് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഒരു സംഭവം, അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക, ആവശ്യമുള്ളതിനെ മാത്രം കാണിച്ചു തരാം. ഇതിനെ പറയുന്ന പേരാണെന്ത്? ഡാറ്റ. പേരാണെന്ത്? അബ്സ്ട്രാക്ഷൻ. എന്താണ്? അബ്സ്ട്രാക്ഷൻ. ആ അബ്സ്ട്രാക്ഷനും ഇവിടെ എന്താ ബന്ധം? നോക്കി, ഡാറ്റാബേസ് എന്ന് വെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. ഡാറ്റാബേസിനെ ഉണ്ടാക്കാനും മാനേജ് ചെയ്യാനും ഡാറ്റ റിട്രീവ് ചെയ്യാനൊക്കെ നല്ല കമ്പ്യൂട്ടർ നോളജ് ഉള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അത്രയും കോംപ്ലക്സ് ആണ് എന്ത്? നമ്മുടെ ഡാറ്റാബേസ് പറയുന്ന സംഭവം. അപ്പൊ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവം എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാടാ, നമ്മുടെ ആ സൂപ്പർ മാർക്കറ്റിലൊക്കെ ബില്ലടിക്കാതിരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാരും ഇവയൊക്കെ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലല്ലേ? അവർക്ക് അധികം കമ്പ്യൂട്ടർ നോളജ് ഒന്നും ഇല്ല. അവർ സാധാരണ മനുഷ്യരാണ്. ഈ സാധാരണ മനുഷ്യർക്ക് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ
അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എന്ത് വെച്ചിരിക്കുന്നു, ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അവർക്ക് വേണ്ട ജസ്റ്റ് ഇന്റർഫേസ് മാത്രം കാണിച്ചു കൊടുക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയ ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്താണെന്ന്. പ്രോഗ്രാമേഴ്സ് ഹൈഡ് കോംപ്ലക്സിറ്റി ഫ്രം ദ യൂസേഴ്സ് ത്രൂ സെവറൽ ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻ. ഒന്നുമില്ല, പ്രോഗ്രാമേഴ്സ് ഹൈഡ് ദ കോംപ്ലക്സിറ്റി ഹൈഡ് ചെയ്ത് വെക്കുന്നു. ആരിൽ നിന്നും? യൂസേഴ്സിൽ നിന്നും. ഇതിനെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ. 3 ലെവലായിട്ടാണ് നമ്മൾ ഡാറ്റ അബ്സ്ട്രാക്ഷൻ ചെയ്യുക. അതായത് 3 ലെവലായിട്ട് നമ്മൾ ഹൈഡ് ചെയ്യുക. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. എനിവേ, ഇതെന്തിനാ ഹൈഡ് ചെയ്യാൻ കാരണം? ഡാറ്റാബേസ് യൂസേഴ്സ് ആർ നോട്ട് കമ്പ്യൂട്ടർ ട്രെയിൻ. ഞാൻ പറഞ്ഞില്ലേ ബില്ല് അടിക്കാൻ ഇരുന്ന ചേച്ചിക്ക് പ്രോഗ്രാമർ ആണെന്നുണ്ടാ ഇല്ല. അപ്പൊ ഈ കമ്പ്യൂട്ടർ യൂസേഴ്സ് അല്ല, കമ്പ്യൂട്ടർ യൂസേഴ്സ് എന്താവണമെന്നില്ല, കമ്പ്യൂട്ടർ ട്രെയിൻഡ് ആവണമെന്നില്ല. ഹെൻസ് നമുക്ക് എന്ത് ചെയ്യണം? കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കണം. ഇതിനെ പറയുന്ന പേരാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. ഓക്കെ, 3 ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റനെ അബ്സ്ട്രാക്ട് ചെയ്യുക. 3 ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റനെ അബ്സ്ട്രാക്ട് ചെയ്യുക. ഏതൊക്കെ ലെവലാ? ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ അഥവാ കൺസെപ്ച്വൽ ലെവൽ, ദെൻ വ്യൂ ലെവൽ. ഇങ്ങനെ 3 ലെവലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡാറ്റനെ ഹൈഡ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കോംപ്ലക്സിറ്റീസിനെ ഹൈഡ് ചെയ്ത് വെക്കുക. ദ ഫസ്റ്റ് തിങ് ഈസ് ഫിസിക്കൽ ലെവൽ, അല്ലെങ്കിൽ ഓക്കെ ഫിസിക്കൽ ലെവൽ. ഇപ്പൊ എന്തൊക്കെയുണ്ട് ഫിസിക്കൽ ലെവൽ നോക്കി. ഫിസിക്കൽ ലെവലാണ് ദ ലോവസ്റ്റ് ലെവൽ. ഏറ്റവും താഴെയുള്ള ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ് എന്ത്? ഫിസിക്കൽ ലെവൽ. അപ്പൊ നോക്കി, ഫിസിക്കൽ ലെവൽ ഇസ് ദ ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഇനി നമ്മൾ ഇവിടെ എന്താ ഹൈഡ് ചെയ്യുന്നത് നോക്കാം. ഞാൻ പറഞ്ഞു 3 ലെവലായിട്ടാണ് അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് എന്ത്? ഫിസിക്കൽ ലെവൽ. ഇവിടെ എന്താ അബ്സ്ട്രാക്ട് ചെയ്യണമെന്ന് നോക്കാം. മക്കളെ, നിങ്ങളില്ലേ നമ്മളെ മെമ്മറി കാർഡ് കണ്ടിട്ടില്ല? മെമ്മറി കാർഡ്, ആ കുഞ്ഞി മെമ്മറി കാർഡ്. അതിനകത്ത് നമ്മൾ വലിയ വലിയ സിനിമ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറില്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ചെറിയ പോലുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ മേലെ കുറച്ച് മെറ്റലൊക്കെ ഉള്ള ആ കുഞ്ഞി മെമ്മറി കാർഡിൽ എത്ര വലിയ സിനിമയ്ക്ക് എങ്ങനെ സ്റ്റോർ ആവണേന്ന് നമ്മൾ ഒന്നും കാണുന്നില്ല അല്ലെ? നമ്മൾ ജസ്റ്റ് ഫോണിൽ ഒരു മെമ്മറി കാർഡ് ഇടുന്നു, സിനിമ സ്റ്റോർ ചെയ്യുന്നു. ഇതിന്റെ ബാക്കിൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട്, നമ്മൾ അറിയുന്നുണ്ടോ? അതേമാതിരി തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലും ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസുകൾ ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്, SSD ഉണ്ട്. നമ്മുടെ ഡാറ്റ അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടാണ് എങ്ങനെയാണ് ഈ ഡാറ്റ ഇതിനുള്ളിൽ കയറിയിരിക്കണേ നമ്മൾ അറിയുന്നുണ്ടോ? ഇല്ല. ആ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലെ? എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ആവണേന്ന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് ആ ഇന്റർഫേസ് മാത്രം കാണുന്നുള്ളൂ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഫിസിക്കൽ ലെവൽ. ഒന്ന് വായിച്ചു നോക്കിയേ. ഡിസ്ക്രൈബ്സ് ഹൗ ഡാറ്റ ഈസ് ആക്ച്വലി സ്റ്റോർഡ് ഇൻ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസസ്. സ്റ്റോറേജ് ഡിവൈസുകളിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന ലെവലാണ് എന്ത്? ഫിസിക്കൽ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, ദ സെക്കൻഡ് വൺ ഈസ് ലോജിക്കൽ ലെവൽ. സെക്കൻഡ് വൺ ഈസ് ലോജിക്കൽ ലെവൽ അഥവാ കൺസെപ്ച്വൽ ലെവൽ. ഓക്കെ, രണ്ടാമത്തെ ലെവലാണ് ലോജിക്കൽ ലെവൽ. ഒന്ന് വായിച്ചു നോക്കിയടാ. നെക്സ്റ്റ് ഹയർ ലെവൽ. ഓക്കെ, അടുത്ത ലെവലാണെന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഹൈഡ് ചെയ്യുന്നത്? ഫസ്റ്റ് ലെവലിൽ ഹൈഡ് ചെയ്യുന്നത് ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് എന്നാണ്. സെക്കൻഡ് ലെവലിൽ ഹൈഡ് ചെയ്യുന്നത് വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ എന്ത് ഡാറ്റയാണ് സ്റ്റോർ ചെയ്തതെന്ന് ഹൈഡ് ചെയ്യുന്നു. അതെന്ത് മണ്ടത്തരാ? ഡാറ്റാബേസിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ട് അത് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ പിന്നെ ഡാറ്റാബേസ് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതങ്ങനെയല്ലടാ. ഇപ്പൊ നോക്കിയേ, നമ്മളുടെ മാളില് അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കാതിരിക്കുന്ന സ്റ്റാഫിന് എന്തുമാത്രം അറിഞ്ഞാൽ മതി? പ്രൊഡക്റ്റുകളുടെ ഡീറ്റെയിൽസ് അറിയണം, അവരെ പൈസ അറിയണം, വേറെ അറിയേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ ആ ഡാറ്റാബേസ് മാത്രമായിരിക്കും കടയിൽ ഉണ്ടാവുക. അത്രയും മാസങ്ങളുടെ കണക്കുണ്ടാവും അല്ലെ, കോസ്റ്റ് ഉണ്ടാവും, ഈ സാധനങ്ങൾ മേടിക്കാൻ വന്ന ചെലവുണ്ടാവും അല്ലെ, എംപ്ലോയീസിന് സാലറി കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതെല്ലാം എന്തുണ്ട്? ആ ഡാറ്റാബേസിൽ ഉണ്ട്. പക്ഷെ ആ മുഴുവൻ ഡാറ്റയും ഈ ബില്ലടിക്കുന്ന സ്റ്റാഫുകൾക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇത്രയും മുഴുവൻ ഡാറ്റയും കണ്ടെങ്കിൽ അവർ മേടിച്ചു അല്ലെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയാണ്. അപ്പൊ എന്തായിരിക്കും? മുഴുവനായിട്ടുള്ള ഡാറ്റ കാണിക്കില്ല. ഒരു യൂസറിന് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കിയിട്ട് ബാക്കി എല്ലാം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് മാത്രം കാണിച്ചു കൊടുക്കും. ഇത് ചെയ്യുന്ന ലെവലാണ് എന്ത്? രണ്ടാമത്തെ ലെവൽ അഥവാ ലോജിക്കൽ ലെവൽ. ഇവിടെ എന്താ ഹൈഡ് ചെയ്യുന്നത്? ഡാറ്റനെ തന്നെയാണ് ഹൈഡ് ചെയ്യുന്നത് അല്ലെ. മുഴുവൻ ഡാറ്റനല്ല, ആവശ്യമുള്ളത് കാണിച്ചു കൊടുത്തിട്ട് ബാക്കി കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റനൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും. അപ്പൊ അതാണ് എന്ത്? ഡിസ്ക്രൈബ്സ് വാട്ട് ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ ഡാറ്റാബേസ് ആൻഡ് റിലേഷൻഷിപ്പ് അമംഗ് ദോസ് ഡാറ്റ. അപ്പൊ എന്ത് ഡാറ്റയാണ് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തെന്നും ആ ഡാറ്റകൾ തമ്മിലുള്ള ബന്ധവും ഹൈഡ് ചെയ്യുന്ന ലെവലാണ് എന്ത്? ലോജിക്കൽ ലെവൽ. ഇത് ആരാ തീരുമാനിക്കുന്നത്? ഒരു യൂസറിന് എന്തൊക്കെ കാണണം, എന്തൊക്കെ ഹൈഡ് ചെയ്ത് വെക്കണം, അതാണ് ഇവിടെ സംഭവം. ഇത് ആരാ തീരുമാനിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റർ. എല്ലാ ഡാറ്റാബേസിനും എന്തുണ്ടാവും? ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. ഈ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും എന്ത്? എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഡിസൈഡ് വാട്ട് ഇൻഫോർമേഷൻ ടു കീപ് ഇൻ ഡാറ്റാബേസ്. ഡാറ്റാബേസിൽ എന്ത് ഇൻഫോർമേഷൻ കീപ്പ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആളാരാ? അത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ എന്തായിരിക്കും? ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാ യൂസേഴ്സിനും എല്ലാ ഡാറ്റയും കാണേണ്ട ആവശ്യമില്ല.
ചില യൂസേഴ്സിന് അവർക്ക് ആവശ്യമുള്ള ഡാറ്റ മാത്രം കണ്ടാൽ മതി, ബാക്കിയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കാം. ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലെവലാണ് എന്ത്? ലോജിക്കൽ ലെവൽ. എന്ത് കാണണം, എന്ത് ഹൈഡ് ചെയ്യണം തീരുമാനിക്കുന്ന ആളാരാ? അത് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ ഇതാണ് മെയിൻ പോയിന്റ്. ഡിസ്ക്രൈബ്സ് വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ്, എന്ത് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഇൻ ഡാറ്റാബേസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് among data. Then the third level is view level. View level ആണ് എന്ത്? highest level. It is closest to the user and describe user interaction with the database system. User interaction എന്തായിരിക്കും ഇവിടെ? നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുന്നു, നമുക്ക് ആ ഡാറ്റ കിട്ടുന്നു, അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്ക് നമ്മൾ ഡാറ്റ ആഡ് ചെയ്യുന്നു, ആ ഡാറ്റാബേസിലേക്ക് ആഡ് ആവുന്നു. സിമ്പിൾ. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അല്ലെ, ഒരു ബാങ്കിൽ പോയി ഒരു അക്കൗണ്ട് എടുക്കുന്നു, ബാങ്കിൽ ക്ലർക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഡീറ്റെയിൽസ് ഡാറ്റാബേസിലേക്ക് ആഡ് ചെയ്യും. ക്ലർക്ക് അത്രേ ചെയ്യുന്നുള്ളൂ. ഈ ഡാറ്റ എങ്ങനെ ഡാറ്റാബേസിൽ ആഡ് ആയെന്ന ക്ലർക്ക് കാണുന്നുണ്ടോ? ഇല്ല. അത് കാണേണ്ട ആവശ്യം ക്ലർക്കിനില്ല അല്ലെ. ആ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണേണ്ട ആവശ്യം ക്ലർക്കിനില്ല. അതായത് ഡാറ്റിന് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? സ്റ്റോർ ചെയ്താൽ മതി, അല്ലെങ്കിൽ റിട്രീവ് ചെയ്താൽ മതി. അതിന്റെ ബാക്കിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് വെച്ചിട്ടുണ്ടാവും. ഈ ലെവലാണ് എന്ത്? വ്യൂ ലെവൽ. അതായത് യൂസർ ഇന്ററാക്ട് ചെയ്യുമ്പോഴുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്ന ലെവലാണ് എന്ത്? വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ. തേർഡ് ലെവലാണ് എന്ത്? വ്യൂ ലെവൽ. ഹയസ്റ്റ് ലെവലാണ്, ക്ലോസസ്റ്റ് ടു ദ യൂസർ ആണ്. ഇവിടെ എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഡിസ്ക്രൈബ് ദ യൂസർ ഇന്ററാക്ഷൻ വിത്ത് ദ ഡാറ്റാബേസ്. യൂസർ ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുന്ന ലെവലാണ് എന്ത്? വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ. അങ്ങനെ 3 ലെവൽ അബ്സ്ട്രാക്ഷൻ നമുക്ക് പഠിക്കാൻ. എന്തൊക്കെയാ? ഫിസിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, ലോജിക്കൽ ലെവൽ അബ്സ്ട്രാക്ഷൻ ഉണ്ട്, വ്യൂ ലെവൽ അബ്സ്ട്രാക്ഷൻ ഉണ്ട്. ഫിസിക്കൽ ലെവൽ എന്ന് വെച്ചാൽ എന്താ? ലോവസ്റ്റ് ലെവലാണ്. ഡിസ്ക്രൈബ്സ് എന്താ? how data is stored in the secondary storage devices. The next level is logical level. Next higher level ആണ് എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? describes what data is stored in the database and relationship among the data. And the next level is view level. highest level ആണ്, closest to the user ആണ്. എന്താ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? describe the user interaction with the database system. Okay. അടുത്തൊരു സംഭവമാണ് മക്കളെ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഡാറ്റ ഇൻഡിപെൻഡൻസ് ഞാൻ ഇവിടെ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. വളരെ എളുപ്പമാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇടയ്ക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അതിനു മുന്നേ നമ്മൾ പുതിയൊരു വാക്ക് പഠിക്കാൻ പോയടാ, സ്കീമ. നമ്മൊരു പുതിയ വാക്ക് പഠിക്കാൻ പോയണ സ്കീമ. ഒന്നുമില്ല മക്കളെ, സ്കീമ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ പറയുന്ന പേരാണെന്ത്? സ്കീമ. ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ പറയുന്ന പേരാണെന്ത്? സ്കീമ. അപ്പൊ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആരാണ്? ഏറ്റവും ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ അത് ഫിസിക്കൽ ലെവലാ അല്ലെ. ഞാനപ്പോ ഈ ഫിസിക്കൽ ലെവലില് എന്തെങ്കിലും ചേഞ്ച് വരുത്തിയാൽ അത് ലോജിക്കൽ ലെവലിനെയും വ്യൂ ലെവലിനെയും ബാധിക്കാൻ പാടില്ല, എഫക്ട് ചെയ്യാൻ പാടില്ല. ഇതിനെ പറയുന്ന പേരാണെന്ത്? ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. സിമിലർലി അടുത്ത ലെവലാണ് ഞാൻ ലോജിക്കൽ ലെവൽ അല്ലേ. ഞാൻ ഈ ലോജിക്കൽ ലെവലിലുള്ള ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അതാരെ എഫക്ട് ചെയ്യാൻ പാടില്ല? വ്യൂ ലെവലിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് എന്ത്? ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ബേസിക്കലി ഒരു ലെവലിൽ 3 ലെവൽ ഉണ്ട്. ഏതെങ്കിലും ഒരു ലെവലിലെ സ്ട്രക്ചറിൽ സ്കീമയിലുള്ള മാറ്റം വരുത്തി കഴിഞ്ഞാൽ അടുത്ത ലെവലിന്റെ സ്ട്രക്ചറിനെയോ സ്കീമയോ എന്ത് ചെയ്യാൻ പാടില്ല? ബാധിക്കാൻ പാടില്ല. ഇതിനെ പറയുന്ന പേരാണെന്ത്? ഡാറ്റ ഇൻഡിപെൻഡൻസ്. അല്ല, ഇൻഡിപെൻഡന്റ് ആണ്. എല്ലാ ലെവലുകൾ എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നോക്കിയേ, ചേഞ്ചസ് മെയ്ഡ് ഇൻ ഫിസിക്കൽ ലെവൽ അല്ലെ, അതെന്തിനെ അഫക്ട് ചെയ്യാൻ പാടില്ല? താഴെയുള്ള ലോജിക്കൽ ലെവലിന്റെയും വ്യൂ ലെവലിന്റെയും സ്കീമയെ അഫക്ട് ചെയ്യാൻ പാടില്ല. then it is called physical data independence. അടുത്താണ് എന്ത്? ലോജിക്കൽ ലെവലിൽ വല്ല ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അത് അതിന്റെ താഴെയുള്ള വ്യൂ ലെവലിനെ അഫക്ട് ചെയ്യാൻ പാടില്ല. it is called ലോജിക്കൽ അഥവാ കൺസെപ്ച്വൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഇനി നമുക്ക് വായിച്ചു നോക്കാലോ, എന്താ ഡാറ്റ ഇൻഡിപെൻഡൻസ് കൊടുത്തിട്ടുണ്ട്? ഡാറ്റ ഇൻഡിപെൻഡൻസ്, the ability to modify the schema definition എന്ന് വെച്ചാൽ എന്താ? സ്ട്രക്ചർ. the ability to modify the structure in one level without affecting the schema definition at next higher level is called data independence. ഒരു ലെവലിന്റെ സ്കീമിനെ മാറ്റണം without affecting the higher levelന്റെ സ്കീമ. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഡാറ്റ ഇൻഡിപെൻഡൻസ്. 2 ലെവൽ ഉണ്ടാ, ഫിസിക്കൽ ലെവലുണ്ട്, ലോജിക്കൽ ലെവലുണ്ട്. ഫിസിക്കൽ ലെവൽ എന്താ പറഞ്ഞേ? the ability to modify the schema followed at physical level. ഫിസിക്കൽ ലെവലിലെ സ്ട്രക്ചറിനെ മാറ്റാൻ പറ്റണം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ സ്കീമ അറ്റ് ദ കൺസെപ്ച്വൽ ലെവൽ എന്ന് വെച്ചാൽ എന്താ? ലോജിക്കൽ ലെവൽ. അതായത് ഫിസിക്കൽ ലെവലിനെ മാറ്റാൻ പറ്റണം വിത്തൗട്ട് അഫക്റ്റിംഗ് ദ ലോജിക്കൽ ലെവൽ സ്കീമ. ഇറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ആൻഡ് വാട്ട് വിൽ ബി ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്?
ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്, ദ എബിലിറ്റി ടു മോഡിഫൈ ദ കൺസെപ്ച്വൽ സ്കീമ. കൺസെപ്ച്വൽ എന്ന് വെച്ചാൽ എന്താണ്? രണ്ടാമത്തെ ലെവൽ അല്ലെ ലോജിക്കൽ. The ability to modify the logical schema without affecting the view level schema, it is called logical data independence. It's that simple. Okay അല്ലേ? ഇതാണ് ഇപ്പൊ എന്ത്? ഡാറ്റ അബ്സ്ട്രാക്ഷനും ഡാറ്റ ഇൻഡിപെൻഡൻസും. ഓക്കെ, ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഡാറ്റ അബ്സ്ട്രാക്ഷൻ. 3 ലെവലായിരുന്നു ഹൈഡ് ചെയ്യുക: ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഓക്കെ അല്ലേ? ഫിസിക്കൽ ലെവലിൽ ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഹൈഡ് ചെയ്യും. ലോജിക്കൽ ലെവലിൽ വാട്ട് ഡാറ്റ ഈസ് സ്റ്റോർഡ് ഹൈഡ് ചെയ്യും. തേർഡ് ലെവൽ ആയിട്ടുള്ള വ്യൂ ലെവലിൽ യൂസർ ഇന്ററാക്ഷൻസ് ഹൈഡ് ചെയ്യും. ഇനി ഫിസിക്കൽ ലെവലിൽ വരുന്ന മാറ്റങ്ങൾ ലോജിക്കൽ ലെവലിനെയും വ്യൂ ലെവലിനെയും എഫക്ട് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. സിമിലർലി ലോജിക്കൽ ലെവലിൽ വരുന്ന മാറ്റങ്ങൾ അതിന് മേലുള്ള വ്യൂ ലെവലിൽ പ്രശ്നങ്ങൾ ചേഞ്ചസ് ഒന്നും വരത്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. ഓക്കെ അല്ലേടാ? അടുത്തത് നമ്മൾ ഒട്ടു മുന്നേ ഡാറ്റാബേസ് യൂസേഴ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ കുറച്ച് സംഭവങ്ങൾ വിട്ടിരുന്നു അല്ലെ? പിന്നീട് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പിന്നീട് പറച്ചിലാണ് ഇത്. നോക്കിക്കോ, യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ്, വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, എപ്പോഴും ചോദിക്കാറുള്ള ടോപ്പിക്കാണ് യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ്. ഇട്ടാ അപ്പൊ നോക്കിയേ, നമുക്കൊരു 4 യൂസേഴ്സിനെ പഠിക്കാനുള്ള. ശരിക്കും ഒരുപാട് യൂസേഴ്സ് ഉണ്ട് മക്കളെ. നമ്മളിപ്പോ അവര് ഡിഗ്രിയിലൊക്കെ കോളേജിലൊക്കെ ചെല്ലുമ്പോൾ പഠിക്കും. എനിവേ നമുക്കൊരു എത്ര പേരുണ്ട്? 1 2 3 4 യൂസേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഒന്നുമില്ല, ഡാറ്റാബേസിന് യൂസ് ചെയ്യുന്ന മനുഷ്യരെ വിളിക്കുന്ന പേരാണ് ഡാറ്റാബേസ് യൂസേഴ്സ്. ഓക്കെ അല്ലേ? 4 ടൈപ്പ് യൂസേഴ്സും പഠിക്കാനുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഫസ്റ്റ് വൺ ഈസ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിനൊക്കെ അഡ്മിൻ ഇല്ലേ? അയാൾ എന്താ ചെയ്യുന്നത്? ഗ്രൂപ്പ് ഉണ്ടാക്കിയ അഡ്മിൻ ആയിരിക്കും. ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്ന ആരായിരിക്കും? അഡ്മിൻ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിനെ നോക്കുന്ന ആരായിരിക്കും? അഡ്മിൻ ആയിരിക്കും. സെയിം കേസ്, ഡാറ്റാബേസിനെ ഉണ്ടാക്കിയ ആള്, ഡാറ്റാബേസിനെ കൺട്രോൾ ചെയ്യുന്ന ആള്, ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന ആള്, ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആ നിയന്ത്രിക്കുന്ന ഏറ്റവും ടോപ്പിലുള്ള ആളിനാര്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ DBA. എന്തൊക്കെ ചെയ്യുന്നു? കൺട്രോൾ ദ ഹോൾ ഡാറ്റാബേസ്. മുഴുവൻ ഡാറ്റാബേസിനെ നിയന്ത്രിക്കുന്നത് അയാളാണ്. ആൻഡ് ഓൾസോ ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ മെനി ക്രിട്ടിക്കൽ ടാസ്ക്. ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നത് എന്തൊക്കെയാ? ഡിസൈൻ ഓഫ് ദ കൺസെപ്ച്വൽ ആൻഡ് ഫിസിക്കൽ സ്കീമ. എന്ന് വെച്ചാൽ എന്താ? സ്കീമ, സ്ട്രക്ചർ, കൺസെപ്ച്വൽ ലെവൽ, ഫിസിക്കൽ ലെവൽ, അവിടുത്തെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന ആളാരാ? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡാറ്റാബേസിന്റെ സെക്യൂരിറ്റി ആൻഡ് ഓതറൈസേഷൻ അതാരുടെ ജോലിയാണ്? അതും DBയുടെ ജോലിയാണ്. ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് റിക്കവറി ഫ്രം ഫെയിലിയേഴ്സ്. എങ്ങാനും ഫെയിൽഡ് ആയി പോവുകയാണെങ്കിൽ, ഡാറ്റാബേസ് അടിച്ചു പോകണമെങ്കിൽ ഡാറ്റ റിക്കവർ ചെയ്യേണ്ട ജോലിയും അതും ആരുടെ ജോലിയാണ്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ജോലിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആ മെയിൻ ആയിട്ടുള്ള യൂസറാണ്, ഏറ്റവും പ്രാധാന്യമുള്ള യൂസറാണ് എന്ത്? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അഥവാ DBA. വൃത്തിക്ക് എല്ലാ പോയിന്റും പഠിക്കണം, പക്ഷെ എളുപ്പമാണ്. ദെൻ അടുത്തൊരു യൂസറിനെ നോക്കുകയാണ്, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. The second users are application programmers. നമ്മളെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്ര ഫെമിലിയർ അല്ല അല്ലെ? പക്ഷേ നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ എന്തുണ്ടാ? ആപ്പുകളില്ലേ? ആ ആപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യണത്? പല കാര്യം ചെയ്യണം അല്ലെ? വാട്സപ്പ് ഉണ്ട്, ടെലഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാം അല്ലേ? ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അല്ലേ? ആ സെയിം ആപ്ലിക്കേഷൻ പറയുന്ന മറ്റൊരു പേരാണ് പിള്ളേർ എന്ത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. ഇവിടുത്തെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് എന്ന് വെച്ചാൽ എന്താ? ഡാറ്റാബേസിലെ ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് എന്ത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ്. നമ്മൾ പഠിച്ചാണല്ലേ? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ സോഫ്റ്റ്വെയർസ് യൂസ്ഡ് ടു ആക്സസ് ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ, ആപ്പുകൾ താനെ ഉണ്ടാവില്ലല്ലേ? ആപ്പുകൾ ഉണ്ടാക്കാൻ വേണമെങ്കിൽ എന്ത് വേണം? നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള, കമ്പ്യൂട്ടറിനെ കുറിച്ച് നല്ല അറിവുള്ള പ്രോഗ്രാമേഴ്സ് വേണം, വേണ്ടേ? അപ്പൊ ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് എഴുതി പ്രോഗ്രാം ചെയ്തുണ്ടാക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. അപ്പൊ നോക്കിയേ, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് അവരെന്ത് ചെയ്യുന്നേ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആർ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ് who interact with DBMS through ആപ്ലിക്കേഷൻ പ്രോഗ്രാം. ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസുമായി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാരാ? അവരാണ് എന്ത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ദേ ആർ കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ്. ഇനി ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം വെച്ച് ഇന്ററാക്ട് ചെയ്യുന്നു പറഞ്ഞു. ഇതാരുണ്ടാക്കിയേ? ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കിയത് ആരെന്നെയാ? ഈ ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. എങ്ങനെ ഉണ്ടാക്കി? ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആർ റിട്ടൺ ഇൻ എനി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉണ്ടാക്കി ആ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകളുണ്ട് DBMSുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന, ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അജീനിയസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് ആണ് എന്ത്? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ഓക്കെ അല്ലേടാ? ദെൻ അടുത്ത യൂസേഴ്സിലേക്ക് നമുക്ക് പോവാം. സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് അല്ലെ? സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല്
സാധാരണക്കാരല്ല. അവര് സാധാരണക്കാരല്ല. ആരൊക്കെയാ? എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റുകൾ, ബിസിനസ് അനലിസ്റ്റുകൾ, who are thoroughly familiar with the facilities of data DBMS. DBMS കുറിച്ച് നല്ല അറിവുള്ള, ഡാറ്റാബേസിനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നും എങ്ങനെ ക്വറി ചെയ്യണം എന്നൊക്കെ നല്ല വൃത്തിക്ക് ധാരണയുള്ള ആ വലിയ വലിയ എഞ്ചിനീയേഴ്സും സയന്റിസ്റ്റുകളും അനലിസ്റ്റുകളും അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. ഇവർ ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ മാതിരി ആപ്ലിക്കേഷൻ പ്രോഗ്രാം വെച്ചിട്ടല്ല. അവർ സ്വന്തമായിട്ട് ക്വറീസ് യൂസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുക? ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക. ക്വറീസ് നമ്മൾ അടുത്ത പാഠം പഠിക്കുന്നുണ്ട്, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ക്വറിയുടെ നമ്മൾ പഠിക്കുന്നുണ്ട്. എനിവേ ഇവരെന്ന് വെച്ചാൽ എന്താ? നല്ല രീതിക്ക് ക്വറീസ് ഒക്കെ എഴുതിയിട്ട് ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇല്ലാതെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ ഇവരാണ് എന്ത്? സൊഫിസ്റ്റിക്കേറ്റഡ് യൂസർ. ആരൊക്കെയാ? എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റുകൾ, ബിസിനസ് അനലിസ്റ്റുകൾ, who are thoroughly familiar with the facilities of DBMS and interact with the database with their own queries. അവരുടെ സ്വന്തമായിട്ടുള്ള queries വെച്ച് interact ചെയ്യുന്നു, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്യില്ല. Then the last type of user is naive user. Naive user. മക്കളെ naive user എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, ബില്ലടിക്കുന്ന സ്റ്റാഫ്, നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ ബില്ലടിക്കുന്ന സ്റ്റാഫ്, സിമിലർലി നമ്മളുടെ ബാങ്കിലെ ക്ലർക്ക്, ഇവരൊക്കെ ജസ്റ്റ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെ ഡാറ്റാബേസ് ഉണ്ടാക്കിയാന്ന് അവർക്ക് അറിയോ? അതിന്റെ ബാക്കിൽ നടക്കുന്ന ക്വറീസ്, പ്രോഗ്രാമുകൾ വല്ലത് അവരറിയുന്നുണ്ടോ? ഇല്ല. ആരും ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആപ്പുകൾ വെച്ചിട്ട് അവർ ജസ്റ്റ് ഡാറ്റാബേസുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ എൻഡ് യൂസേഴ്സിനെ അവരെ വിളിക്കുന്ന പേരാണ് എന്ത്? നൈവ് യൂസേഴ്സ്. ഇവർക്ക് ഡാറ്റാബേസിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല, ജസ്റ്റ് അവർ അത് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, ആരാണ് നൈവ് യൂസേഴ്സ്? നൈവ് യൂസേഴ്സ് interact with the database by running application program that are written previously. ഇവര് ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതില്ല. ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ഉപയോഗിച്ചിട്ട് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? നൈവ് യൂസേഴ്സ്. ദേ ആർ നോട്ട് aware of the details of the database. അവർക്ക് ഡാറ്റാബേസിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ല. ആരോ അല്ല, ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വെച്ചിട്ട് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? നൈവ് യൂസേഴ്സ് അഥവാ എൻഡ് യൂസേഴ്സ്. എക്സാമ്പിൾ പഠിക്കണം. ആരൊക്കെയാ? ബാങ്കിലിരിക്കുന്ന ക്ലർക്ക്, നമ്മളെ ബില്ലിംഗ് ക്ലർക്ക് ഇൻ സൂപ്പർ മാർക്കറ്റ്, ഇവരൊക്കെയാണ് എന്ത്? നൈവ് യൂസേഴ്സിന് എക്സാമ്പിൾ. അപ്പൊ ടോട്ടലി 4 ഡാറ്റാബേസ് യൂസേഴ്സ് പഠിക്കേണ്ട ആരൊക്കെയാ? ഫസ്റ്റ് വൺ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാ? ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെ, അയാൾ എല്ലാം ചെയ്യുന്ന ആള്, കൺട്രോൾ ചെയ്യുന്ന ആള്. നെക്സ്റ്റ് വൺ ആരാ? ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. എന്താ? അവരാണ് എന്ത്? പ്രോഗ്രാം ചെയ്ത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുന്ന ആൾക്കാര്. നെക്സ്റ്റ് ആൾക്കാരാണ് ആര്? സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. അവരെന്ന് വെച്ചാൽ ആരാ? സ്പെഷ്യൽ ആൾക്കാരാ അല്ലെ, കൊറിയൽസ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. ആരൊക്കെയാ? എഞ്ചിനീയേഴ്സ്, സയന്റിസ്റ്റുകൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. ദെൻ ദ ലാസ്റ്റ് ആൾക്കാരാണ് ആര്? നൈവ് യൂസേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ഡാറ്റാബേസിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ലാത്ത, ഓൾറെഡി ആപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് വെച്ച് ഡാറ്റാബേസുമായി ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? നൈവ് യൂസേഴ്സ്. അങ്ങനെ മൊത്തം 4 യൂസേഴ്സ് ആണ് പഠിക്കാനുള്ളത്. മക്കളെ 4 വിട്ടിരുത്തറ, 4 പഠിച്ചേക്കണം കേട്ടാ. ഈ പാഠത്തിന് അത്രയും വെയിറ്റേജ് ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ 4 പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡാറ്റാബേസിന്റെ ഒരു ബേസിക് കൺസെപ്റ്റുകൾ. ദെൻ നമുക്ക് അടുത്തൊരു സംഭവത്തിലേക്ക് കിടക്കാം. നമ്മൾ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എന്താ? ഡാറ്റയെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഡാറ്റാബേസ്. ഇനി ഞാൻ ആ ഡാറ്റനെ ഓർഗനൈസ് ചെയ്ത് വെച്ചത് ടേബിളിന്റെ രൂപത്തിലാണെന്ന് വിചാരിക്കുക. എന്താ ടേബിളിന്റെ രൂപം എന്ന് പറയുമ്പോൾ? റോകളും കോളങ്ങളും അല്ലെ. ടേബിൾ എന്ന് വെച്ചാൽ എന്താ? ടേബിൾ എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? നോക്കിയേ, ഞാൻ ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് വെച്ചത് ഇങ്ങനെ റോകളും കോളങ്ങളുമായിട്ടാണെങ്കിൽ then it is called a relational data model. എന്താണ്? റിലേഷണൽ ഡാറ്റാബേസ് അഥവാ റിലേഷണൽ ഡാറ്റ മോഡൽ. ഒന്നുമില്ല, ഡാറ്റനെ ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേര് ഡാറ്റാബേസ്. ഓർഗനൈസ് ചെയ്ത് വെച്ചത് ടേബിൾ ഫോർമാറ്റിലാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് റിലേഷണൽ ഡാറ്റാബേസ്. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. ഡാറ്റാബേസ് റെപ്രസെന്റഡ് ആസ് എ കളക്ഷൻ ഓഫ് ടേബിൾസ് ഈസ് കോൾഡ് റിലേഷൻ. എന്താ? ഡാറ്റാബേസിനെ ടേബിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? റിലേഷൻ. ബോത്ത് ഡാറ്റ ആൻഡ് റിലേഷൻഷിപ്പ് among them represented in tabular form. മനസ്സിലായില്ല? ഇപ്പൊ കാണിച്ചു തരാം. മകളെ നോക്കിയടാ, ഒരു ടേബിൾ ഉണ്ട്. ടേബിളിൽ 2 ആൾക്കാരെ പേരുണ്ട്, രാമെന്നുണ്ട് ശ്യാമെന്നുണ്ട്. 2 റോൾ നമ്പർ ഉണ്ട്, 10ഉം 11ഉം ഉണ്ട്. അവരെ ഏജും ഉണ്ട്, 19 വയസ്സും 20 വയസ്സും ഉണ്ട്. ഇവിടെ നോക്കിയടാ, ഈ രാമും 10ഉം തമ്മിലുള്ള ബന്ധം എന്താ?
രാമൻ എന്ന് പറഞ്ഞ പേരുള്ള ആളുടെ റോൾ നമ്പർ ആണ് എന്ത് 10. അതും ഈ ഏജും തമ്മിലുള്ള ബന്ധം എന്താ? ഇയാളുടെ തന്നെ ഏജ് ആണ് എന്ത് 19. സിമിലർലി ശ്യാമെന്ന് നെയിം ഉള്ള ആളുടെ റോൾ നമ്പർ ആണ് 11, അയാളുടെ തന്നെ ഏജ് ആണ് എന്ത് 20. ഈ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ മാത്രമാണോ കിട്ടുന്നത്? അല്ല, ഈ കോളങ്ങളുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ ഇത് പേരാണെന്നും ഇത് റോൾ നമ്പർ ആണെന്നും ഇത് വയസ്സാണെന്നൊക്കെ കിട്ടുന്നില്ലേ? അതാ പറയുന്നേ എന്തെന്ന്, ബോത്ത് ഡാറ്റ ആൻഡ് റിലേഷൻഷിപ്പ് among them represented in tabular form. ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഡാറ്റ മാത്രമല്ല, ടേബിളിനകത്തുള്ള ഡാറ്റകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. Then അടുത്തത്, the database projects based on relational model are known as relational database management system. ആ ഡെഫിനിഷൻ പോട്ടെ, ഞാൻ പറഞ്ഞുതരാം. വാട്ട് എവർ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആരാ? DBMS. DBMS ഫുൾ ഫോം എന്താ? ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ? റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് RDBMS. ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന ആള് DBMS, റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന ആള് RDBMS. RDBMSന്റെ ഫുൾ ഫോം എന്താ? റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. RDBMS സോഫ്റ്റ്വെയറുകൾ, RDBMS സോഫ്റ്റ്വെയറുകൾക്ക് എക്സാമ്പിൾ ആണ് ആര്? നമ്മുടെ ഒറാക്കിള്. ഇവിടെ RDBMS സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസിന് ആര്? ഒറാക്കിള്, നമ്മുടെ MySQL, DB2, ഇൻഫോമിക്സ്, വാട്ട് എവർ. അപ്പൊ ഒന്നുമില്ല, ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ DBMS, റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ RDBMS സോഫ്റ്റ്വെയർസ്. RDBMS സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾസ് ആണ് എന്ത്? ഒറാക്കിള്, MySQL ഒക്കെ. ഇനി ഈ ഒറാക്കിള്, MySQL ഒക്കെ എന്താ? RDBMS സോഫ്റ്റ്വെയർസിന് എക്സാമ്പിൾസ് ആണ്. ഈ RDBMS സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്യുന്ന കൊറി ലാംഗ്വേജിൽ ഉണ്ടാ, അതാ പറയുന്നത് ഓഫർ എ കൊറി ലാംഗ്വേജ്. RDBMS സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ പറയുന്ന പേര് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നല്ല. RDBMS സോഫ്റ്റ്വെയർസിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജിനെ പറയുന്ന പേരാണ് എന്ത്? കൊറി ലാംഗ്വേജ്. 2-3 ഉണ്ട്. സ്ട്രക്ചർഡ് കൊറി ലാംഗ്വേജ് ഉണ്ട്, കൊറി ബൈ എക്സാമ്പിൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് കൊറി ലാംഗ്വേജുകൾ ഉണ്ട്. അപ്പൊ ഒന്ന് ആ ഹൈറാർക്കി നോക്കി. ഡാറ്റ ഓർഗനൈസ് ചെയ്തത് ടേബിൾ ആയിട്ടാണെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസ്, റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ RDBMS. RDBMS സോഫ്റ്റ്വെയർസിന്റെ എക്സാമ്പിൾ ആണ് എന്ത്? ഒറാക്കിൾ, MySQL ഒക്കെ. ഇനി RDBMS സോഫ്റ്റ്വെയറിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് കൊറി ലാംഗ്വേജ്. കൊറി ലാംഗ്വേജുകൾക്ക് എക്സാമ്പിൾ ആണ് എന്ത്? സ്ട്രക്ചർഡ് കൊറി ലാംഗ്വേജും കൊറി ബൈ എക്സാമ്പിൾ ഒക്കെ. ഓക്കെ അല്ലേ? ഇതിനകത്ത് നമുക്ക് അടുത്ത പാഠത്തിൽ പഠിക്കാനുള്ള കൊറി ലാംഗ്വേജ് ആണ് സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ്, SQL. ഇനി ഈ സ്ട്രക്ചേർഡ് കൊറി ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ റൺ ചെയ്യുന്ന DBMS സോഫ്റ്റ്വെയർ ആണ്, RDBMS സോഫ്റ്റ്വെയർ ആണ് MySQL. അടുത്ത പാഠത്തിൽ പഠിക്കും. ഓക്കെ, ഇനിയാണ് നമുക്ക് മെയിൻ സാധനം, ഏറ്റവും കൂടുതൽ വൺ വേർഡ് വരുന്ന സാധനം, ടെർമിനോളജീസ്. ടെർമിനോളജീസ് ഇൻ RDBMS. ടെർമിനോളജീസ് ഇൻ RDBMS ഏറ്റവും കൂടുതൽ വൺ വേർഡ് ഉപയോഗിക്കാറില്ലാണ് കേട്ടോ. ടെർമിനോളജീസ് ഇൻ RDBMS. മക്കളെ, ടെർമിനോളജീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ടേം എന്ന് വെച്ചാൽ എന്താ? ടേം, വാക്കുകളാണ്. ടെർമിനോളജീസ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. RDBMS എന്ന് പറയുന്ന കൺസെപ്റ്റില് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കുറച്ച് വാക്കുകളെ കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് entity. Entity എന്ന് വെച്ച് കഴിഞ്ഞാല് റിയൽ വേൾഡിലുള്ള ആൾക്കാരെയും വസ്തുക്കളെയും പറയുന്ന പേരാണ് entity. ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചുതരാം. നമ്മൾ തൊട്ട് മുന്നേ ടേബിൾ വരച്ചിരുന്നില്ലേ? അവർ 3 കാര്യം എഴുതിയിട്ടുണ്ട് അല്ലേ? രാമുണ്ട്, ശ്യാമുണ്ട്, പിന്നെ റോൾ നമ്പർ ഉണ്ട്, ഏജ് ഉണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത്, എടാ രാമിന്റെ ഏജ് പിടിച്ചുകൊണ്ടിരാൻ പറയണം, തൊട്ട് നോക്കാൻ പറയണം. ഏജ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, റിയൽ ലൈഫിൽ തൊട്ട് നോക്കാൻ പറ്റുമോ? അതിനാ ഇല്ല. നമ്മുടെ റോൾ നമ്പർ ഉണ്ട്, റോൾ നമ്പറിനെ പിടിച്ചുകൊണ്ടിരാൻ പറ്റും? ഇല്ല. പക്ഷേ രാമുണ്ട്, പക്ഷെ രാമൻ എന്ത് ചെയ്യാം? പിടിച്ചുകൊണ്ടുവരാൻ പറ്റും. അപ്പൊ നോക്കിയേ, റാം എന്ന് വെച്ചാൽ എന്താ? റിയൽ വേൾഡിലുള്ള ഒരു പേഴ്സണാ. ബാക്കി 2 ആൾക്കാരും റിയൽ വേൾഡിലുണ്ട്, പക്ഷെ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യാത്ത ആൾക്കാർ അല്ലെ? പിന്നെ റിയൽ വേൾഡിൽ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാര്, സ്ഥലങ്ങള് അല്ലെ, വസ്തുക്കള്, ഇങ്ങനെ റിയൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സംഭവങ്ങൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? entity. അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ എ തിങ് ഇൻ ദ റിയൽ വേൾഡ്. ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ എ തിങ് ഇൻ എ റിയൽ വേൾഡ്. ഇപ്പൊ സ്റ്റുഡന്റ് അല്ലെ, ഒരു 10 സ്റ്റുഡന്റിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആൾക്കാർ റിയൽ ലൈഫിലുള്ളതാണ്. സ്കൂൾസ് റിയൽ ലൈഫിലുള്ളതാണ്. ഇതൊക്കെയാണ് എന്ത്? എന്റിറ്റികൾ എന്നാണ്. എന്റിറ്റികൾ. അപ്പൊ എന്താ? ഇറ്റ് ഈസ് എ പേഴ്സൺ ഓർ എ തിങ് ഇൻ ദ റിയൽ വേൾഡ്. ശരിക്കുള്ള നമ്മുടെ ലോകത്തുള്ള റിയൽ വേൾഡിലുള്ള ഫിസിക്കലുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? എന്റിറ്റി. അടുത്താണ് എന്ത്? റിലേഷൻ. റിലേഷൻ എന്താന്ന് തൊട്ട് മുന്നേ നമ്മൾ കണ്ടാണ്. റിലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഡാറ്റയെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ടേബിളിന്റെ ഫോർമാറ്റിലാണെങ്കിൽ ആ ടേബിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേഷൻ. വളരെ എളുപ്പമാണ്. ടേബിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേഷൻ. എ റിലേഷൻ ഈസ് ഓൾസോ കോൾഡ് ടേബിൾ. ടേബിളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേഷൻ. ഇനി ടേബിളിൽ എങ്ങനെ ഡാറ്റ ഓർഗനൈസ് ചെയ്യുക? കളക്ഷൻ ഓഫ് ഡാറ്റ എലമെന്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ടേംസ് ഓഫ് റോസ് ആൻഡ് കോളംസ് അല്ലെ? നമുക്കറിയാം
ഒരു ടേബിളിൽ ഡാറ്റ എങ്ങനെ ഉണ്ടാവുക? റോകളും കോളങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുക? ഒരു ടേബിളില് ഡാറ്റ ഉണ്ടാവുക. അപ്പൊ റോകളും കോളങ്ങളുമായിട്ട് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ടേബിളിലാക്കിയിട്ട് ഡാറ്റ ഓർഗനൈസ് ചെയ്യുന്ന രീതി, ഇതിനെ പറയുന്ന പേരാണ് മക്കളെ എന്ത്? റിലേഷൻ എന്നുള്ളത്. അടുത്ത് നോക്കാം. അടുത്തൊരു ടേം ആണ് എന്ത്? ട്യൂപ്പിൾ അഥവാ ടപ്പിൾ. നോക്കാം കേട്ടോ. അടുത്ത ടേം ആണ് എന്ത്? ട്യൂപ്പിൾ അഥവാ ടപ്പിൾ എന്നും പറയാറുണ്ട്, ഞാൻ ട്യൂപ്പിൾ എന്ന് കേട്ടിട്ടുണ്ട്. വാട്ടെവർ. ട്യൂപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ടേബിളില റോകളെ, ഒരു ടേബിളില ഹൊറിസോണ്ടലി ഉള്ള റോകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ടപ്പിൾ അഥവാ ട്യൂപ്പിൾ. അപ്പൊ നോക്കി, the row of a relation is called tuples. A row consisting of a complete set of values to represent a particular entity. ഒരു റോ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ നോക്കി, നമ്മൾ നേരത്തെ ടേബിളില് ഒരു റോ എടുത്തു കഴിഞ്ഞാൽ രാം എന്നുള്ള പേര് കിട്ടി, റാമിന്റെ റോൾ നമ്പർ കിട്ടി, ഏജ് കിട്ടി, അല്ലെ? ഒരു റോ എടുത്തു കഴിഞ്ഞാൽ ആ എന്റിറ്റിയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അതാണ് പറയണ്ടല്ലോ എന്ത്? A row consists of complete set of values to represent a particular entity. ഒരു എന്റിറ്റിയെ കുറിച്ചുള്ള റോ എടുത്തു കഴിഞ്ഞാൽ ആ എന്റിറ്റിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. വാട്ടാണത്? വിട്ടേക്കാം. എത്ര പഠിക്കുക? ടപ്പിൾ എന്ന് വെച്ചാൽ എന്താ? റോകളെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ടപ്പിൾസ്. ദെൻ ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ ഒന്നുമില്ലടാ, കോളങ്ങളെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ആട്രിബ്യൂട്ട്സ്. ട്യൂപ്പിൾസ് എന്ന് വെച്ചാൽ എന്താ? റോകള്. ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ എന്താ? കോളങ്ങൾ. ഓക്കെ അല്ലേ? ഓക്കെ. അതാണ് ടപ്പിള്, ആട്രിബ്യൂട്ട്. ദെൻ അടുത്താണ് എന്ത്? ഡിഗ്രി. ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ? ദ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ എ റിലേഷൻ. ഈ ആട്രിബ്യൂട്ടുകളുടെ എണ്ണമാണ് എന്ത്? ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആട്രിബ്യൂട്ടുകളുടെ എണ്ണമാണ് എന്ത്? ഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ. എന്ത്? ആട്രിബ്യൂട്ടുകളുടെ എണ്ണം. കോളങ്ങളുടെ എണ്ണത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഡിഗ്രി. അതേപോലെ തന്നെ ഈ റോകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാർഡിനാലിറ്റി. എന്താ? റോകളുടെ എണ്ണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കാർഡിനാലിറ്റി. അപ്പൊ നോക്കി, ഒരു ടേബിളില് റോസ് ഉണ്ടാവും, കോളങ്ങൾ ഉണ്ടാവും. റോകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ടപ്പിൾസ്. റോകളുടെ എണ്ണം, ഒരു ടേബിളിലുള്ള റോസിന്റെ അഥവാ ടപ്പിൾസിന്റെ എണ്ണമാണ് എന്ത്? കാർഡിനാലിറ്റി. ഒരു ടേബിളിലുള്ള കോളങ്ങൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? ആട്രിബ്യൂട്ട്. ഒരു ടേബിളിലുള്ള കോളങ്ങളുടെ എണ്ണം അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിന്റെ എണ്ണത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഡിഗ്രി. ഓക്കെ അല്ലേ? ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. ഓക്കെ. ഡൊമൈൻ. അടുത്താണ് ഡൊമൈൻ. ഇവിടെ നോക്കാം കേട്ടോ. ഞാനൊരു ടേബിൾ ഉണ്ടാക്കിയാണ്. നെയിമുണ്ട്, മാർക്കുണ്ട്. എന്റെ ക്ലാസ്സിൽ ഒരു 3 കുട്ടികളുണ്ടായിരുന്നു. ABC, XYZ, വാട്ടെവർ. 3 മക്കളുണ്ടായിരുന്നു, 3 കുട്ടികളുണ്ടായിരുന്നു. ഞാൻ ഇവർക്ക് 5 മാർക്കിൽ ഒരു പരീക്ഷ എടുക്കുകയാണ്. 5 മാർക്കിൽ പരീക്ഷ എടുക്കുകയാണ്. ഒരു കാര്യം മനസ്സിൽ വെച്ചേക്കാം, ഞാൻ മാർക്ക് കൊടുക്കുമ്പോൾ അര മാർക്കായിട്ട് കൊടുക്കാറില്ല, 1 മാർക്ക് 2 മാർക്ക് അങ്ങനെ കൊടുക്കാറുള്ളൂ. അപ്പൊ ABC എന്ന് പറഞ്ഞ കുട്ടിക്ക് 5 മാർക്ക് കിട്ടി, XYZ എന്ന് പറഞ്ഞ കുട്ടിക്ക് 1 മാർക്ക് കിട്ടിയുള്ളൂ, OPQന് 3 മാർക്ക് കിട്ടി. ഓക്കെ. ഈ മാർക്ക് എന്ന് പറഞ്ഞ കോളത്തിൽ എന്തൊക്കെ വാല്യൂസ് വരാം? ഞാൻ പറഞ്ഞു മക്കളെ, 5 മാർക്കിലാണ് പരീക്ഷ അല്ലെ? ഒന്നില്ലെങ്കിൽ 0 മാർക്ക് കിട്ടാം, അല്ലെങ്കിൽ 1 മാർക്ക് കിട്ടാം, 2 മാർക്ക് കിട്ടാം, 3 മാർക്ക് കിട്ടാം, 4 മാർക്ക് കിട്ടാം, 5 മാർക്ക് കിട്ടാം. ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടും? ഇല്ല. മാർക്ക് എന്ന് പറഞ്ഞ കോളത്തിൽ മാക്സിമം ഇത്രയും വാല്യൂസേ വരുള്ളൂ അല്ലെ? ഇതിനെ പറയുന്ന പേരാണ് ഡൊമൈൻ. എന്നാണ് ഡൊമൈൻ. അതായത് ഒരു കോളത്തിൽ വരാൻ പോകുന്ന വാല്യൂസിന്റെ സെറ്റ്, ഒരു കോളത്തിൽ വരാൻ സാധിക്കുന്ന ആ വാല്യൂസിന്റെ സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൊമൈൻ. അല്ലെങ്കിൽ ആ പൂളിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൊമൈൻ. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് എ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് ആക്ച്വൽ വാല്യൂസ് അപ്പിയറിംഗ് ഇൻ എ ഗിവൺ കോളം. ഒരു കോളത്തിൽ വരുന്ന വാല്യൂസിന്റെ ആ പൂൾ, മാക്സിമം ഇത്രയും വാല്യൂസ് അല്ലെങ്കിൽ ഈ പൂൾ അല്ലെങ്കിൽ ആ സെറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൊമൈൻ. ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? എൻറ്റിറ്റി എന്താന്ന് പഠിച്ചല്ലേ? എൻറ്റിറ്റി എന്ന് വെച്ചാൽ എന്താ? റിയൽ വേൾഡിലുള്ള പേഴ്സണോ തിങ്ങോ ആണ്. റിലേഷൻ എന്ന് വെച്ചാൽ ടേബിൾ ആണ്. ട്യൂപ്പിൾ എന്ന് വെച്ചാൽ റോകളാണ്. ആട്രിബ്യൂട്ട് എന്ന് വെച്ചാൽ കോളങ്ങളാണ്. ഡിഗ്രി എന്ന് വെച്ചാൽ കോളങ്ങളുടെ എണ്ണമാണ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിന്റെ എണ്ണമാണ്. കാർഡിനാലിറ്റി എന്ന് വെച്ചാൽ റോകളുടെ എണ്ണമാണ്. ഡൊമൈൻ എന്ന് വെച്ചാൽ എന്താ? എ പൂൾ ഓഫ് വാല്യൂസ് ഫ്രം ആക്ച്വൽ വാല്യൂസ് അപ്പിയറിംഗ് ഇൻ എ ഗിവൺ കോളം. ഒരു കോളത്തിൽ വരുന്ന ആക്ച്വൽ വാല്യൂസിന്റെ പൂൾ അല്ലെങ്കിൽ സെറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൊമൈൻ. അടുത്ത നോക്കാണ് എന്താ മക്കളെ? സ്കീമ. സ്കീമ എന്താ? ഞാൻ തൊട്ട് പിന്നെ പഠിപ്പിച്ചല്ലേ? സ്കീമ എന്ന് വെച്ചാൽ എന്താ? ഒരു ടേബിളിന്റെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കീമ. ഒരു ടേബിളിന്റെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്കീമ. ഇവിടെ നോക്കാട്ടാ, ഒരു ടേബിളിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. ഒരു ടേബിളിന്റെ സ്കീമിൽ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. വൃത്തിക്ക് പഠിച്ചോ. അടുത്ത പാഠത്തിൽ ആവശ്യമുള്ളത് ഞാനൊരു ടേബിൾ ഉണ്ടാക്കിയണ്ട. ഒരു ടേബിൾ ഉണ്ടാക്കിയ ടേബിളിന്റെ പേര് സ്റ്റുഡന്റ്. ടേബിൾ ഉണ്ടാക്കുന്നു, ടേബിളിന്റെ പേര് സ്റ്റുഡന്റ്. ഓക്കെ. ഈ ടേബിളിൽ ഞാൻ ഒരു 3 കോളം കൊടുക്കാൻ പോയണ്ട. 3 അല്ല 4 കോളം കൊടുക്കാൻ പോയാണ്. ഫസ്റ്റ് കോളത്തിലെ അഡ്മിഷൻ നമ്പർ, അടുത്ത കോളത്തിലെ റോൾ നമ്പർ, അടുത്ത കോളത്തിലെ നെയിം, അടുത്ത കോളത്തിലെ ബാച്ച്. ഓക്കെ. ഇതാണ് പിള്ളേർ ടേബിളിന്റെ സ്ട്രക്ചർ അല്ലേ? ഇതിനെ പറയുന്ന പേരാണ് എന്ത്? സ്കീമ. ഇതെങ്ങനെ സ്ട്രക്ചർ? ഇത് ഞാൻ വരച്ച് കാണിച്ചതാ.
എങ്ങനെ ഈ സ്ട്രക്ചറിന് എസ്ക്യൂഎൽ അല്ലെങ്കിൽ ഡാറ്റാബേസിൽ കാണിക്കാൻ നോക്കാം. അതാണിത്. ഫസ്റ്റ് വൺ സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന് വെച്ചാൽ എന്താ? ഡാറ്റാബേസിന്റെ പേരാണ് അല്ലെ. ദെൻ അഡ്മിഷൻ നമ്പർ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് കോളാണ്. റോൾ നമ്പർ എന്ന് വെച്ചാൽ എന്താ? സെക്കൻഡ് കോളാണ്. നെയിം എന്ന് വെച്ചാൽ എന്താ? തേർഡ് കോളാണ്. ബാച്ച് എന്ന് വെച്ചാൽ എന്താ? ഫോർത്ത് കോളാണ്. അപ്പൊ എന്തൊക്കെ ഉണ്ടാവുന്ന മനസ്സിലായി? സ്ട്രക്ചറിൽ ഒന്ന് ടേബിളിന്റെ പേരുണ്ടാവും, രണ്ട് കോളങ്ങളുടെ പേരുണ്ടാവും. ദെൻ അടുത്ത് നോക്കി, ഇന്റിജർ. അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ കോളത്തിൽ വരാൻ പോകുന്ന എന്തായിരിക്കും? നമ്പേഴ്സ് ആയിരിക്കും, ഇന്റിജേഴ്സ് ആയിരിക്കും. അതായത് അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ കോളത്തിന്റെ ടൈപ്പ് ആണ് എന്ത്? ഇന്റിജർ. ദെൻ റോൾ നമ്പർ എന്ത് തന്നെയാണ്? ഇന്റിജർ ആണ്. നെയിം എന്ന് പറയുമ്പോൾ വ്യത്യാസം വന്നു. നെയിം എന്തായിരിക്കും? അത് ക്യാരക്ടേഴ്സ് ആയിരിക്കും. ബാച്ച് എന്തായിരിക്കും? അല്ല കൊമേഴ്സോ ഹ്യൂമാനിറ്റീസ് അതെന്താണ്? ക്യാരക്ടേഴ്സ് ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ സ്കീമ എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് വരാം. ആരൊക്കെയാ? ഒന്ന് ടേബിളിന്റെ പേര്, രണ്ട് കോളങ്ങളുടെ പേര്, മൂന്ന് കോളങ്ങളുടെ ഡാറ്റയുടെ ടൈപ്പ്. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് സ്ട്രക്ചർ അഥവാ സ്കീമ. ഒന്ന് വായിച്ചു നോക്കിയടാ. ഇത് സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഈസ് കോൾഡ് ഡാറ്റാബേസ് സ്കീമ. ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡാറ്റാബേസ് സ്കീമ. എന്തൊക്കെ ഉണ്ടാവും? ഇൻ RDBMS ദ സ്കീമ ഫോർ എ റിലേഷൻ സ്പെസിഫൈസ്. അതായത് സ്കീമിന് എന്തൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്? ടേബിളിന്റെ പേര്, നെയിം ഫോർ ഈച്ച് കോളം, ഓരോ കോളത്തിന്റെയും പേര്, എന്താ ടൈപ്പ് ഓഫ് ഈച്ച് കോളം, ഓരോ കോളത്തിന്റെയും ടൈപ്പ്. ഈ മൂന്ന് കാര്യങ്ങളാണ് എന്ത്? സ്കീമ എന്ന് പറയേണ്ടത്. ഓർത്ത് പഠിക്കുക. SQL ശരിക്കും ആവശ്യം വരുന്നത് എന്തൊക്കെയുണ്ട്? ടേബിളിന്റെ പേര്, കോളങ്ങളുടെ പേര്, ദെൻ ഓരോ കോളങ്ങളുടെ ഡാറ്റയുടെ ടൈപ്പ്. ഇതിനെ പറയുന്ന പേരാണ് സ്കീമ അഥവാ സ്ട്രക്ചർ. ദെൻ അടുത്തൊരു സംഭവം നോക്കൽ എന്ത്? ഇൻസ്റ്റൻസ്. An instance of a relation is set of tuples in which each tuple has the same number of fields as the relational schema. ഒന്നുമില്ല, കേട്ട് പേടിക്കണ്ട, ഭയങ്കര എളുപ്പമാണ്. ഇപ്പൊ ശരിയായി തരാം. ഒരു കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ 1001 ആയിരുന്നു. അവന്റെ റോൾ നമ്പർ 10, അവന്റെ പേര് XYZ, അവന്റെ ബാച്ച് കൊമേഴ്സ്. അടുത്തൊരു കുട്ടിയുടെ പേര് അഡ്മിഷൻ നമ്പർ 1002 ആയിരുന്നു. അവന്റെ റോൾ നമ്പർ 11, അവന്റെ പേര് ABC, അവൻ സയൻസ് ബാച്ച് ആയിരുന്നു. അടുത്തൊരു കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ 1003, അവന്റെ റോൾ നമ്പർ നമുക്കറിയില്ല, അവന്റെ പേര് OPQ, അവൻ ഏത് ബാച്ച് ആണെന്ന് നമുക്കറിയില്ല. ഓക്കെ അല്ലേ? ഇവിടെ നോക്കാം മൊത്തം എത്ര റെക്കോർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ മൊത്തം എത്ര റോസ് ഉണ്ട്? 3 റോ ഉണ്ട്. ഓക്കെ, ഈ 3 റോയിൽ ഇതാണ് ഫസ്റ്റത്തെ റോ. ഫസ്റ്റത്തെ റോയിൽ എത്ര കോളങ്ങൾ കാണിക്കുന്നുണ്ട്? 1 2 3 4. ഫസ്റ്റത്തെ റോയിൽ 4 കോളങ്ങളിലും വാല്യൂസ് വന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത കോളം, രണ്ടാമത്തെ കോളത്തിലും 1 2 3 4 4 കോളങ്ങളിൽ വാല്യൂസ് വന്നിട്ടുണ്ട്. ഇനി ടേബിളിൽ മുഴുവൻ എത്ര കോളം ഉണ്ട്? 1 2 3 4 4 കോളം ഉണ്ട് അല്ലെ? സ്കീമിൽ എത്ര കോളം പറയുന്നുണ്ട്? 4 കോളം പറയുന്നുണ്ട്. അതായത് സ്കീമിൽ എത്ര കോളങ്ങൾ പറയുന്നു അത്രയും കോളങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, ഈ 2 റോസിലും വന്നിട്ടുണ്ട്. പക്ഷെ മൂന്നാമത്തെ റോയിൽ നോക്കി, അവിടെ ആകെ 2 വാല്യൂസേ വന്നിട്ടുള്ളൂ. ഈ 2 സ്ഥലങ്ങൾ എന്താണ്? ബ്ലാങ്ക് ആണ്. അതായത് സ്കീമിൽ 4 കോളങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ റോയിൽ എന്ത് വന്നിട്ടുള്ളൂ? 2 കോളങ്ങളെ വന്നിട്ടുള്ളൂ. ഇതില്ലാതെ സെയിം നമ്പർ സ്കീമിൽ എത്ര കോളങ്ങൾ പറയുന്നു, എത്ര ഫീൽഡ്സ് പറയുന്നു, സെയിം നമ്പർ ഓഫ് ഫീൽഡ്സ് ഉള്ള റോകളെ വിളിക്കുന്ന പേരാണ് ഇൻസ്റ്റൻസ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. An instance of a relation is set of tuples in which each tuple has the same number of fields as the relational schema. സ്കീമയിൽ എത്ര ഫീൽഡ്സ് വേണമെന്ന് പറയുന്നു, സെയിം നമ്പർ ഓഫ് ഫീൽഡ്സ് ഉള്ള റോകളുടെ ടപ്പിൾസിന്റെ കളക്ഷനെ വിളിക്കുന്ന പേരാണ് സ്കീമ. സ്കീമയുടെ ഇൻസ്റ്റൻസ് ഇവിടെ നോക്കാം. സ്കീമയിൽ എത്ര ഫീൽഡ് വേണമെന്ന് പറയുന്നുണ്ട്? 1 2 3 4 അല്ല, 4 ഫീൽഡ് വേണമെന്ന് പറയുന്നുണ്ട്. ആകെ ഈ 2 ടപ്പിളിൽ മാത്രമേ എന്തുള്ളൂ? 4 ഫീൽഡ് കറക്റ്റ് ആയിട്ടുള്ളൂ. ഈ ടപ്പിളിൽ എന്തില്ല? 4 ഫീൽഡ് ഇല്ല. അപ്പൊ ഈ സ്കീമയിൽ എത്ര ഫീൽഡ് എന്ന് പറയുന്നുണ്ട്? ആ സെയിം നമ്പർ ഓഫ് ഫീൽഡുകളുള്ള റോകളുടെ ടപ്പിൾസിന്റെ കളക്ഷനെ പറയുന്ന പേരാണ് ഇൻസ്റ്റൻസ്. ഓക്കെ അല്ലേ? ചുരുക്കി പറഞ്ഞാല് സ്കീമിൽ എത്ര ഫീൽഡ് ഉണ്ടോ ആ സെയിം നമ്പർ ഓഫ് ഫീൽഡുകളുള്ള റോകളുടെ അല്ലെങ്കിൽ ടപ്പിൾസിന്റെ കളക്ഷൻ ആണത് ഇൻസ്റ്റൻസ്. ഓക്കെ, അതത്ര ഇമ്പോർട്ടന്റ് അല്ല. എനിവേ, അടുത്ത ആള് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടന്റ് നോക്കാം. കീകള്. കീ, വാട്ട് ഈസ് എ കീ? കീ എന്താന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് 2-3 മാറ്റിനത് ഞാൻ വരുത്തുകയാണ്. ഇയാളുടെ പേര് ഒന്ന് മാറ്റിയിട്ട് തൽക്കാലം ഇവന്റെയും പേര് സച്ചിൻ എന്നാക്കിയാണ്. ഓക്കെ, സിമിലർലി
ഞാൻ ഈ കുട്ടിയുടെ കോഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളത് മാറ്റിയിട്ട് ഇവനെ എന്താക്കിയാണ്? അയ്യോ, സ്പെല്ലിംഗ് ചെറുതായിട്ട്. ഓക്കെ, ചെറിയ 2 മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ. നോക്കാം, ഒരു ടേബിൾ ആണ്. ഈ ടേബിളിൽ ഒരു 3 കോളം ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം മക്കളെ, സച്ചിനെ സെലക്ട് ചെയ്തുകൊണ്ട് പോവാ. ഈ ടേബിളിൽ നിന്ന് സച്ചിനെ സെലക്ട് ചെയ്തുകൊണ്ട് പോവാ. ഞാൻ പേരാ പറഞ്ഞത്, ഒരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യാൻ പറയാണ്. നിങ്ങൾ ഇവിടെ നേരെ വന്ന് നോക്കും. ഇവിടെ വന്ന് നോക്കിയപ്പോ എന്ത് പറ്റി? 2 സച്ചിൻ അല്ലെ? സെയിം പേരുള്ള ഒരുപാട് ആൾക്കാർ ഇനി താഴേക്കും പറയാം. വന്നൂടെ? ഒരിക്കലും പേര് വെച്ചിട്ട് നെയിം എന്ന് പറയുന്ന കോളം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ച ഒരാളെ, നമ്മൾ ഉദ്ദേശിച്ച ഒരു റോയിനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? ഞാൻ ഉദ്ദേശിച്ചത് ഈ സച്ചിനാ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് സച്ചിനെ സെലക്ട് ചെയ്തുകൊണ്ട് വരാൻ. നിങ്ങൾ ഇവിടെ പോയി നോക്കുമ്പോൾ 2 സച്ചിൻ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ചത് ഏത് റോ ആണെന്ന്? ഇല്ല. അപ്പൊ നമുക്കൊരു റോനെ സെലക്ട് ചെയ്യാൻ നെയിം എന്ന് പറഞ്ഞ കോളം വെച്ചിട്ട് ഒരിക്കലും പറ്റില്ല. ഓക്കെ, ദെൻ സെയിം കേസ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം മക്കളെ, നോക്കിയടാ ആ സയൻസിൽ പഠിക്കുന്ന കുട്ടീനെ അല്ലെങ്കിൽ സയൻസിൽ പഠിക്കുന്ന റോ സെലക്ട് ചെയ്ത് വരാൻ പറയണം. ഞാൻ ഉദ്ദേശിച്ചത് ഈ റോയാണ്. നിങ്ങൾ നേരെ ഒന്ന് നോക്കുമ്പോൾ 2 റോ എടുക്കുന്ന സയൻസിൽ പഠിക്കണം. പറ്റുമോ? സെലക്ട് ചെയ്യാൻ പറ്റുമോ? ആരെ സെലക്ട് ചെയ്യും? കൺഫ്യൂഷൻ ആയില്ലേ? താഴേക്ക് ഇനി ഒരുപാട് സയൻസ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ ഒരിക്കലും ബാച്ച് എന്ന് പറഞ്ഞ കോളത്തില ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബാച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റോനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? സെയിം ബാച്ച് പിന്നെ ഉണ്ടാവും, സെയിം നെയിമും പിന്നെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നോക്കിയടാ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാണ് റോൾ നമ്പർ 12 വിളിച്ചുകൊണ്ട് പോവാ. നിങ്ങളുടെ ഒന്ന് നോക്കും, വല്ല കൺഫ്യൂഷൻ ഉണ്ടാ? കറക്റ്റ് റോ തന്നെ കിട്ടില്ലേ? റോൾ നമ്പർ 12 കറക്റ്റ് റോ തന്നെ നിങ്ങളുടെ അടുത്ത് വരില്ലേ? റോൾ നമ്പർ 17 എന്ന് പറയാണ് കറക്റ്റ് രാഹുൽ വിളിച്ചിട്ട് വരില്ലേ? അപ്പൊ റോൾ നമ്പർ എന്ന് പറയുന്ന കോളം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റോകളെ സെലക്ട് ചെയ്യാം. റോൾ നമ്പർ എന്ന് പറയുന്ന കോളം വെച്ച് എന്ത് ചെയ്യാം? റോകളെ അടിപൊളി ഒരു സെലക്ട് ചെയ്യാം അല്ലെ? ദെൻ അഡ്മിഷൻ നമ്പർ, ഒരു അഡ്മിഷൻ നമ്പർ ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണ എടാ 101 വിളിച്ചുകൊണ്ട് പോവാ. നിങ്ങൾ അടിപൊളി ഏരിയോട് പോയി നോക്കും, 101 ഇന്ന ആളാണ് വിളിച്ചുകൊണ്ട് വരും. വല്ല കൺഫ്യൂഷൻ വരുമോ? ദാറ്റ് മീൻസ് അഡ്മിഷൻ നമ്പേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്മിഷൻ നമ്പർ എന്ന് വെച്ച കോളം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റോകളെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റോകളെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന കോളങ്ങളെ പറയുന്ന പേരാണ് കീകൾ. എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് റോകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കോളങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? കീകൾ. ഇവിടെ നോക്കിയേ, ബാച്ച് എന്ന് പറയുന്ന കോളം വെച്ചിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമോ? സയൻസ് എന്ന് പറയുമ്പോൾ 2 സയൻസ് ആരെടുത്തോണ്ടിരും? ബുദ്ധിമുട്ടായി. നെയിം എന്ന് പറയുന്ന കോളം വെച്ചിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുമോ? നെയിം എന്ന് പറയുമ്പോൾ 2 സച്ചിൻ ആരെ വിളിച്ചുകൊണ്ടുവരും? ബുദ്ധിമുട്ടായി. പക്ഷെ ഇവിടെ നോക്കി, റോൾ നമ്പർ എന്ന് പറഞ്ഞ കോളം അതിനകത്ത് ഒരു ഡാറ്റ ഒറ്റ പ്രാവശ്യം വരുള്ളൂ. റോൾ നമ്പർ 17 എന്ന് വെച്ചാൽ രാഹുൽ, വേറെ ആരുമില്ല അല്ലെ? സോ റോൾ നമ്പർ ക്യാൻ ബി യൂസ്ഡ് ടു സെലക്ട് ഡിസ്റ്റിങ്ക്റ്റ് റോ. ഒരു റോ സെലക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. സെയിം കേസ് അഡ്മിഷൻ നമ്പറും ഒരാൾക്ക് ഒരെണ്ണേ കാണും. അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന കോളം വെച്ച് എന്ത് ചെയ്യാം? ഒരു റോനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. സോ ദിസ് ബോത്ത് ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്റ്റിങ്ക്ട്ലി സെലക്ട് എ റോ ഫ്രം എ റിലേഷൻ. ഇങ്ങനെയുള്ള കോളങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? കീസ്. എന്താണ്? കീസ്. ഓക്കെ അല്ലേ? ഓക്കെ, അഡ്മിഷൻ നമ്പർ ഒരു കീ ആക്കാം, റോൾ നമ്പർ ഒരു കീ ആക്കാം. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം സച്ചിനെ വിളിച്ചുകൊണ്ട് പോവാ. സച്ചിൻ പേരാ, നെയ്മാ തന്നെ സച്ചിൻ, 2 സച്ചിൻ പറ്റൂല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണം എടാ റോൾ നമ്പർ 12 സച്ചിനെ വിളിച്ചുകൊണ്ട് പോവാ. 2 കാര്യം ഞാൻ പറഞ്ഞു, റോൾ നമ്പറും പറഞ്ഞു നെയിമും പറഞ്ഞു, ഒരുമിച്ചാക്കി, 2 ഒരുമിച്ച് പറഞ്ഞു. ഇപ്പൊ നോക്കിയേ, റോൾ നമ്പർ 12 സച്ചിൻ തെറ്റുവോ? ഒരു റോനെ കിട്ടിയില്ലേ? ഇളയി പോവോ? ഇല്ല. അതായത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 2 കോളങ്ങളെ കൂട്ടിച്ചേർത്തോണ്ടും റോകളെ സെലക്ട് ചെയ്യാം. 2 കോളങ്ങളെ കൂട്ടിച്ചേർത്തോണ്ടും കീകൾ ഉണ്ടാക്കാം. അപ്പൊ കീ എന്ന് വെച്ചാൽ എന്താ? ചിലപ്പോ ഒരു കോളായിരിക്കും, ചിലപ്പോ ഒരു കോളായിരിക്കും, ചിലപ്പോ ഒന്നിലധികം കോളങ്ങളുടെ കളക്ഷൻ ആയിരിക്കും. നമ്മുടെ പേർപ്പസ് എന്താ? ഒരു റോനെ വൃത്തിക്ക് യുണീക്ക് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റണം. ഇങ്ങനെ ഒരു റോന യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ അനുവദിക്കുന്ന ഒന്നോ അതിലധികമോ കോളങ്ങളെ വിളിക്കുന്ന പേരാണെന്ത്? കീകൾ. അപ്പൊ നോക്കിയേ, കീയുടെ ഡെഫിനിഷൻ ഇത് പഠിച്ചാൽ മതി. എന്താ കീ? കീ is the minimal set of attribute, minimum number of attribute that uniquely identifies a row in a relation. അതായത് ഒരു റിലേഷനിലെ റോകളെ യൂണീക്ലി ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് കോളങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? കീകൾ. ഓക്കെ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഇനി ഒരു ടേബിളിലുള്ള അതിന് മുന്നേ പറയാനുണ്ട്. ഇവിടെ നോക്കിയാണ്, അഡ്മിഷൻ നമ്പർ ഒറ്റയ്ക്കൊരു കീ ആണ്, റോൾ നമ്പർ ഒറ്റയ്ക്കൊരു കീ ആണ്, നെയിം ഒരു കീ അല്ല. പക്ഷേ റോൾ നമ്പറിനെയും നെയിമിനെയും ഒരുമിച്ചാക്കി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ കീ അല്ലെ? ഇങ്ങനെ ഒന്നിലധികം കോളങ്ങളെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കുന്ന കീകളെ പറയുന്ന പേരാണ് കോമ്പോസിറ്റ് കീ. എന്താണ്? കോമ്പോസിറ്റ് കീ. ഓക്കെ,
അപ്പൊ എന്താണ് കീ? കീ is the minimal set of attribute, minimum number of columns used to uniquely select a, uniquely identify a row in a relation. ഒരു റോനെ യൂണിക്ലി സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മിനിമം നമ്പർ ഓഫ് കോളങ്ങൾ പറയുന്ന പേരാണ് എന്ത്? കീ. ഓക്കെ അല്ലേ? ഇനി ഒരു കീയിൽ ഒരു കോളല്ല ഒന്നിലധികം കോളങ്ങൾ കൂടിച്ചേർന്നാണ് എന്ത് നമ്മ കീ ആക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പോസിറ്റ് കീ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഈ ടേബിളിൽ തന്നെ കുറെ കീ ഉണ്ട്. അഡ്മിഷൻ നമ്പർ ഒരു കീ ആണ്, റോൾ നമ്പർ ഒരു കീ ആണ്, റോൾ നമ്പറും നെയിം ഒരുമിച്ചാക്കിയപ്പോൾ ഒരു കീ ആയി, വേണമെങ്കിൽ അഡ്മിഷൻ നമ്പറും നെയിം ഒരുമിച്ചാക്കി ഒരു കീ ആവാം അല്ലെ. കുറെ കീസ് ഉണ്ടാവും ഒരു ടേബിളിൽ. ഒരു ടേബിളിലുള്ള എല്ലാ കീകളെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാൻഡിഡേറ്റ് കീ. ഒരു ടേബിളിലുള്ള എല്ലാ കീകളെയും കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കാൻഡിഡേറ്റ് കീ. മക്കളെ നോക്കിയടാ, കീ എന്താണെന്ന് ചോദിച്ചാലും കാൻഡിഡേറ്റ് കീ എന്താണെന്ന് ചോദിച്ചാലും സെയിം സാധനം ചോദിച്ചാൽ സെയിം ഡെഫിനേഷൻ ചോദിച്ചാൽ. അപ്പൊ എന്താണ് കാൻഡിഡേറ്റ് കീ? ഒരു ടേബിളിലുള്ള എല്ലാ കീകളെയും വിളിക്കുന്ന പേരാണ് എന്ത്? കാൻഡിഡേറ്റ് കീ. ഓക്കെ, ദെൻ പ്രൈമറി കീ. അതായത് പ്രൈമറി കീ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമുണ്ടാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഒരു ടേബിൾ ഞാൻ പറഞ്ഞു ഒരുപാട് കീകൾ ഉണ്ടാവും, ഒരുപാട് കീകളുണ്ട്. ഒരുപാട് കീകൾ ഉണ്ടെങ്കിൽ എല്ലാ കീകളെയും ചേർത്ത് വിളിക്കുന്ന പേര് കാൻഡിഡേറ്റ് കീ. ശരിക്കും നമുക്ക് ഈ ഒരുപാട് കീകളുടെ ആവശ്യമില്ല, നമുക്ക് ഒരാളുടെ ആവശ്യമുള്ളൂ, ഒറ്റ കീയുടെ ആവശ്യം നമുക്കുള്ളൂ. അപ്പൊ ഈ ഒരുപാട് കാൻഡിഡേറ്റ് കീകളിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കീനെ ഞാൻ ഈ ടേബിളിന്റെ ഐഡന്റിഫയർ ആയിട്ട് അസൈൻ ചെയ്യുന്നു. ഞാൻ തീരുമാനിച്ച, ഞാൻ ചൂസ് ചെയ്ത ആ കീ ആണെന്ത്? പ്രൈമറി കീ. അപ്പൊ ഒരു ടേബിളിൽ ഒരുപാട് കീകൾ ഉണ്ടാവും, ഒരുപാട് കാൻഡിഡേറ്റ് കീകൾ ഉണ്ടാവും. ആ ഒരുപാട് കീകളിൽ നിന്ന് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്ത ആള് ഒരു കീന ഈ ടേബിളിന്റെ യൂണീക്ക് ഐഡന്റിഫയർ ആയിട്ട് ചൂസ് ചെയ്യും. ആ കീ ആണെന്ത്? പ്രൈമറി കീ. അപ്പൊ നോക്കിയടാ, ഒരു ടേബിളില് കുറെ കീകൾ ഉണ്ടാവും, എല്ലാ കീകളെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് കാൻഡിഡേറ്റ് കീ. കാൻഡിഡേറ്റ് കീന്ന് ഒരു കീനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ടേബിളിന്റെ യൂണീക്ക് ഐഡന്റിഫയർ ആയിട്ട് ചൂസ് ചെയ്യും. അങ്ങനെ ചൂസ് ചെയ്ത കീ ആണെന്ത്? പ്രൈമറി കീ. അപ്പൊ ബാക്കി കുറച്ച് കീസ് ഇല്ലേ? കുറെ കാൻഡിഡേറ്റ് കീ ഉണ്ടായിരുന്നു, ഒരാളെ നമ്മൾ ചൂസ് ചെയ്തോളൂ, അതാണ് എന്ത്? പ്രൈമറി കീ. ബാക്കിയുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ്, ബാക്കിയുള്ള ആൾക്കാരില്ലേ, ബാക്കിയുള്ള കീകളില്ലേ, അവരെ വിളിക്കുന്ന പേരാണ് ഓൾട്ടർനേറ്റ് കീ. എന്താണ്? ഓൾട്ടർനേറ്റ് കീ. ഇവിടെ നിന്ന് തന്നെ കുറെ കീ പഠിച്ചല്ലേ. ഒന്നിലധികം കോളങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്ന കീ കോമ്പോസിറ്റ് കീ. ഒരു ടേബിളിലുള്ള എല്ലാ കീകളിൽ നിന്ന് വിളിക്കാം കാൻഡിഡേറ്റ് കീ എന്ന് വിളിക്കാം. അതിൽ നിന്ന് ഡിസൈനർ ചൂസ് ചെയ്യുന്ന ഒരു കീ ആണെന്ത്? പ്രൈമറി കീ. ഡിസൈനർ ചൂസ് ചെയ്യുന്ന കീ ആണെന്ത്? പ്രൈമറി കീ. പ്രൈമറി കീനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന കീകളാണെന്ത്? ഓൾട്ടർനേറ്റ് കീ. പ്രൈമറി കീനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന കീകളാണെന്ത്? ഓൾട്ടർനേറ്റ് കീ. ഓക്കെ അല്ലേ? ഇത്രയും കൺസെപ്റ്റുകൾ ഇവിടെ ഉണ്ട്. ദെൻ ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? പ്രൈമറി കീ നോക്കി, വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീ ചൂസൺ ടു ബി ദ യൂണീക്ക് ഐഡന്റിഫയർ ഫോർ ദ ടേബിൾ ബൈ ദ ഡാറ്റാബേസ് ഡിസൈനർ. ഡാറ്റാബേസ് ഡിസൈനർ ഒരുപാട് കാൻഡിഡേറ്റ് കീയിൽ നിന്നും ചൂസ് ചെയ്യുന്ന ഒറ്റ കീ ആണെന്ത്? പ്രൈമറി കീ. പ്രൈമറി കീക്ക് ഒരു പ്രത്യേകതയുണ്ട്. പ്രൈമറിക്കിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? വാല്യൂസ് വരാണ്ടിരിക്കാനും പാടില്ല, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് വരാൻ പാടില്ല. പ്രൈമറി കീയിൽ ഒരിക്കലും ആ കോളത്തിൽ, അതായത് പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യുന്ന കോളത്തിൽ ഒരിക്കലും വാല്യൂസ് വരാണ്ടിരിക്കാൻ പാടില്ല. നൾ വാല്യൂസ് പാടില്ല, ഓൾസോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസും പാടില്ല. ദെൻ നമ്മ ഒരു കീ പ്രൈമറി കീ ആക്കി, ബാക്കിയുള്ള ആൾക്കാരാണ് എന്ത്? ഓൾട്ടർനേറ്റ് കീ. നോക്കിയേ, എ കാൻഡിഡേറ്റ് കീ ദാറ്റ് ഈസ് നോട്ട് എ പ്രൈമറി ഈസ് കോൾഡ് എൻ ഓൾട്ടർനേറ്റ് കീ. പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീ ആണ് എന്ത്? ഓൾട്ടർനേറ്റ് കീ. ദെൻ ഫോറിൻ കീ. മക്കളെ നോക്കിയാടാ, വളരെ സിമ്പിൾ കാര്യമാണ്. നമ്മ പറഞ്ഞല്ലേ, ഒരു ടേബിളിൽ കുറെ കീ ഉണ്ടാവും, ഒരാൾ എന്ത് ചെയ്യും? ഒരു കീനെ എന്ത് ചെയ്യും? പ്രൈമറി കീ ആയിട്ട് ചൂസ് ചെയ്യും. ഒരു ടേബിളിലെ പ്രൈമറി കീ വേറൊരു ടേബിളിൽ സാധാരണ ഒരു കീ ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ തിരിച്ചു പറയുകയാണെങ്കിൽ, വേറൊരു ടേബിളിലെ സാധാരണ ഒരു കീ അല്ലെങ്കിൽ ഒരു ടേബിളിലെ കാൻഡിഡേറ്റ് കീ മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആണെന്ന് വിചാരിക്കുക. ദെൻ ഇറ്റ് ഈസ് കോൾഡ് ഫോറിൻ കീ. ഞാൻ വേണമെങ്കിൽ എക്സാമ്പിൾ വരച്ച് കാണിച്ചു തരാം. ഇതൊരു ടേബിൾ ആണ്, റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, അഡ്മിഷൻ നമ്പർ ഉണ്ട്. ഇതൊരു ടേബിൾ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ഡാറ്റ ഒന്നും കൊടുക്കുന്നില്ല, വാട്ട് എവർ. ഞാൻ ഈ ടേബിളിന് CS എന്ന് പേരിട്ടു, CS. ദെൻ അടുത്തൊരു ടേബിൾ ഞാൻ വരയ്ക്കുകയാണ്. അടുത്ത ടേബിളിലും ഞാൻ റോൾ നമ്പർ കൊടുക്കുകയാണ്, നെയിം കൊടുക്കുകയാണ്. ഇത് ഞാൻ CA എന്ന് പേരിട്ടു, CS CA. രണ്ട് ടേബിൾ ഉണ്ട്. ഇവിടെ നോക്കി, ഞാൻ പറയുകയാണ്, ഈ ടേബിളിൽ ആരൊക്കെ കീ ആണ്? ഈ ടേബിളിൽ റോൾ നമ്പർ ഒരു കീ ആണ്, ഈ ടേബിളിൽ റോൾ നമ്പർ ഒരു കീ ആണ്, അഡ്മിഷൻ നമ്പർ ഒരു കീ ആണ് അല്ലെ. ഈ ടേബിളിൽ ഞാൻ അഡ്മിഷൻ നമ്പറിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അഡ്മിഷൻ നമ്പർ ഈസ് ദ പ്രൈമറി കീ. അപ്പൊ റോൾ നമ്പറും അയാൾ ഒരു കാൻഡിഡേറ്റ് കീ. പക്ഷെ ഈ ടേബിളില് റോൾ നമ്പർ ഈസ് പ്രൈമറി കീ. ഇപ്പൊ നോക്കിയേ, ഈ ടേബിളിൽ വെറും ഒരു കാൻഡിഡേറ്റ് കീ ആയിരുന്ന റോൾ നമ്പർ ഈ ടേബിളിലെ പ്രൈമറി കീ ആണ്. അങ്ങനെയാണെങ്കിൽ റോൾ നമ്പർ എന്ന് പറഞ്ഞ കീനെ അല്ലെങ്കിൽ കോളത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്?
foreign key. അപ്പൊ നോക്കിയേ, a key in a table is called foreign key if it is primary key in another table. അതായത് ഇവിടുത്തെ കീ അവിടുത്തെ പ്രൈമറി കീ ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഫോറിൻ കീ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെഫറൻസ് കീ. കാരണം എന്താ, രണ്ട് ടേബിളിനെയും ബന്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. യൂസ് ടു ലിങ്ക് ടു ഓർ മോർ ടേബിൾ. അപ്പൊ ഇത്രയും കീസ് നമുക്ക് പഠിക്കാനുണ്ട്. എന്തൊക്കെ കീസ് ഉണ്ടായിരുന്നു? ഒന്നിലധികം കോളങ്ങൾ കൂടി ചേർന്നുണ്ടാവുന്ന കീ കോമ്പോസിറ്റ് കീ. ഒരു ടേബിളിലുള്ള എല്ലാ കീകളും എന്ന് പറയാം കാൻഡിഡേറ്റ് കീ എന്ന് പറയാം. അതിൽ നിന്ന് ഒരാളെ നമ്മൾ ചൂസ് ചെയ്യും, അത് പ്രൈമറി കീ. അപ്പൊ ബാക്കിയുള്ള ഒരു ഓൾട്ടർനേറ്റ് കീ. ഒരു ടേബിളിലെ പ്രൈമറി കീ മറ്റൊരു ടേബിളിൽ സാധാരണ കീ ആണെങ്കിൽ ഫോറിൻ കീ. 5 കീകൾ മൊത്തം പഠിക്കാനുണ്ട്. ഫസ്റ്റ് മോഡ് ചെയ്യണം എന്താ, കീ എന്താണ്? എന്താ കീ? കീ ഇസ് ദ minimal set of attribute which uniquely help us to select a row in a relation. Okay. അടുത്തതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. എപ്പോഴും നമ്മുടെ ലാസ്റ്റ് സെക്ഷനിൽ 5 മാർക്കിന്റെ സെക്ഷനിൽ 3 മാർക്കിന് ചോദിക്കാറുള്ള നമ്മളെ അടിപൊളിയാളുന്ന ഒരു റിലേഷണൽ ഓൾജിബ്ര. പേര് പോലെ തന്നെ ഭയങ്കര എളുപ്പമുണ്ട്. ഭയങ്കര എളുപ്പമുണ്ട് റിലേഷൻ ഓൾജിബ്ര. പേരിട്ട് പേടിക്കാനൊന്നുമില്ല. ഒന്നുമില്ല നമുക്ക് റിലേഷൻ ഓൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൽ റിലേഷൻ ഡാറ്റാബേസിൽ എന്ന് വെച്ചാൽ എന്താ, ഡാറ്റിനെ ടേബിളിന്റെ രൂപത്തിലാക്കി വെച്ചിരിക്കുന്നു. ഈ ടേബിളിന്റെ രൂപത്തിലാക്കി വെച്ചിട്ടുള്ള ഡാറ്റയിൽ നമ്മ ഒരു 6 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യും. നമുക്ക് ഒരു 6 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ഈ 6 ഓപ്പറേഷൻസിനെ പറയുന്ന പേരാണ് റിലേഷണൽ ഓൾജിബ്ര. ഓക്കെ അല്ലേ? എന്താ പറയുന്നത്, ഡാറ്റാബേസിന് റിലേഷണൽ ഡാറ്റാബേസിൽ നമുക്ക് ഒരു 6 ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ആ 6 ഓപ്പറേഷൻസിനെ പറയുന്ന പേരാണ് എന്ത്, റിലേഷണൽ ഓൾജിബ്ര. നമുക്ക് 6 ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്ട് ഓപ്പറേഷൻ, യൂണിയൻ, ഇന്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇങ്ങനെ 6 ഓപ്പറേഷൻ ഉണ്ട്. ഈ 6 ആൾക്കാരാണ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠം ഇസ് ഫിനിഷ്. ഓക്കെ, പെട്ടെന്ന് എടുക്കാം, ഒരു 5 മിനിറ്റ്. ഓക്കെ, ദ ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് സെലക്ട് ഓപ്പറേഷൻ. ഫസ്റ്റ് ഓപ്പറേഷൻ ഈസ് സെലക്ട് ഓപ്പറേഷൻ. ഇപ്പൊ നോക്കിയടാ, ഈ ടേബിളിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് അല്ലെ. 3 റോകളുണ്ട്. 101 റോൾ നമ്പർ 24 സച്ചിൻ, ബാച്ച് സയൻസ്, മാർക്ക് 40, EHS. ഇവിടെ നോക്കിയേ, സച്ചിൻ EHS ആണ് റിസൾട്ട്. ജോസഫ് VHS. എന്ത് EHS? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാൻ പോണ സാധനം, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. ദെൻ വാട്ട് ഈസ് NHS? നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. തോറ്റുപോയി, വാട്ട് എവർ. ഈ ടേബിളില് സച്ചിൻ ജയിച്ചിട്ടുണ്ട്, ജോസഫും ജയിച്ചിട്ടുണ്ട്. പക്ഷെ രാഹുൽ എന്തായി പോയി? തോറ്റുപോയി. എനിക്ക് ഇതിന്ന് റിസൾട്ടിന്റെ വാല്യൂ EHS ആയിട്ടുള്ള ഒരു കണ്ടീഷൻ പറയണം. എന്താ കണ്ടീഷൻ? ജയിച്ചവരെ മാത്രം എനിക്ക് സെലക്ട് ചെയ്യണം. ജയിച്ച റോകളെ മാത്രം എനിക്ക് സെലക്ട് ചെയ്യണം. എന്താ എന്റെ കണ്ടീഷൻ? ജയിക്കാന്ന് പറയുമ്പോൾ എന്താ, റിസൾട്ടിന്റെ വാല്യൂ EHS ആയിട്ടുള്ള ആൾക്കാരെ റോകളെ മാത്രം സെലക്ട് ചെയ്യണം. ഇങ്ങനെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു ടേബിളിലെ റോകളെ മാത്രം സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് സെലക്ട് ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ? അവിടെ സെലക്ട് ഓപ്പറേഷൻ. സെലക്ട് ഓപ്പറേഷന്റെ സിമ്പൽ ആണെന്ത്? സെലക്ട് ഓപ്പറേഷന്റെ സിമ്പൽ ആണെന്ത്? സിഗ്മ. എന്താണ്? സിഗ്മ. ഓക്കെ അല്ലേ? ഇത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇവിടെ നോക്കിയേ, സിഗ്മ. സിഗ്മ ടേബിളിന്റെ പേരെന്താ? ടേബിൾ അല്ല, കണ്ടീഷൻ എന്താ? റിസൾട്ട്. ഞാൻ പറഞ്ഞു ജയിച്ച കുട്ടികൾ മാത്രം മതി അല്ലേ. റിസൾട്ട് ഈക്വൽ ടു EHS. എന്റെ കണ്ടീഷൻ എന്താ? റിസൾട്ടിന്റെ വാല്യൂ EHS ആയിരിക്കണം. ഫ്രം ഈ ടേബിളിന്റെ പേരെന്തായിരുന്നു? സ്റ്റുഡന്റ്. ഞാൻ ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സിഗ്മ, അതായത് സിഗ്മ സെലക്ട് റിസൾട്ട് ഈക്വൽ ടു EHS ആയിട്ടുള്ള ആൾക്കാരാ ഫ്രം സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ടേബിൾ ഉണ്ടാവും. പക്ഷെ ആര് മാത്രം ഉണ്ടാവുള്ളൂ? ഈ കണ്ടീഷനുള്ള ആൾക്കാർ, റിസൾട്ടിന്റെ വാല്യൂ EHS ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നോക്കിയേ, ഇതൊരു ടേബിൾ ആയിരുന്നു. ഞാനൊരു കണ്ടീഷൻ കൊടുത്തു, സെലക്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്തു, പുതിയ ടേബിൾ ഉണ്ടായി. എന്തായിരുന്നു പുതിയ ടേബിൾ പ്രശ്നം? ഞാൻ ആരൊക്കെയോ സെലക്ട് ചെയ്തത്, ഏത് റോയിനാണ് സെലക്ട് ചെയ്തത്? 6 റോകൾ മാത്രമേ ഇതിനകത്തുള്ളൂ, പുതിയ ടേബിളിലുള്ളൂ. സിന്റാക്സ് എങ്ങനെയാ? ആദ്യം ഞാൻ എന്ത് എഴുതി? ഒരു സിഗ്മ എഴുതി. ദെൻ ഞാൻ എന്ത് ചെയ്തു? ഒരു കണ്ടീഷൻ കൊടുത്തു. ബ്രാക്കറ്റില് ടേബിളിന്റെ അല്ലെങ്കിൽ റിലേഷന്റെ പേരെഴുതി. ഇങ്ങനെ നമ്മൾ എന്ത് പെർഫോം ചെയ്യുക? സെലക്ട് ഓപ്പറേഷൻ പെർഫോം ചെയ്യുക. ഇനി നമുക്ക് ഇത് എന്താണെന്ന് വായിക്കാം. സെലക്ട് ഓപ്പറേഷൻ. സെലക്ട് റോസ് ഫ്രം എ റിലേഷൻ ദാറ്റ് സാറ്റിസ്ഫൈസ് എ ഗിവൺ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു റിലേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടേബിളിൽ നിന്ന് റോകളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? സെലക്ട് ഓപ്പറേഷൻ. എന്താണ്? ഒരു ടേബിളിൽ നിന്ന് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റോകളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? സെലക്ട് ഓപ്പറേഷൻ. സിന്റാക്സ് എങ്ങനെയാടാ? സിന്റാക്സ് സെലക്ടിന്റെ സിമ്പൽ എന്താ? സിഗ്മ അല്ലെ. സിന്റാക്സ് എങ്ങനെയാ? സിഗ്മ കണ്ടീഷൻ എഴുതി കൊടുക്കാം, ബ്രാക്കറ്റില് റിലേഷന്റെ പേര്. എക്സാമ്പിൾ നോക്കിയേ, സിഗ്മ കണ്ടീഷൻ എന്താ? റിസൾട്ട് EHS ആയിരിക്കണം, ബ്രാക്കറ്റില് ടേബിളിന്റെ പേരായിട്ടുള്ള സ്റ്റുഡന്റ്. എന്ത് കിട്ടും നമുക്ക്? ഈ ടേബിളിൽ നിന്ന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റിസൾട്ടിന്റെ വാല്യൂ EHS ആയിട്ടുള്ള ഈ 2 ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പൊ റോകളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ സെലക്ട് ഓപ്പറേഷൻ. പക്കല്ലേ? ഒരു എക്സാമ്പിൾ അടക്കം പഠിക്കണം കേട്ടോ. ഒരു എക്സാമ്പിൾ അടക്കം പഠിക്കണം. ദെൻ അടുത്ത ഓപ്പറേഷൻ ആണ് എന്ത്? പ്രൊജക്ട് ഓപ്പറേഷൻ. റോകളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആയിരുന്നു സെലക്ട് ഓപ്പറേഷൻ. കോളങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? പ്രൊജക്ട് ഓപ്പറേഷൻ. ഇപ്പൊ നോക്കി, ഈ ടേബിളില്
1 2 3 4 5 6 6 കോളങ്ങളുണ്ട് അല്ലെ. അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക്, റിസൾട്ട്. എനിക്ക് ഇതിൽ നിന്നും ഒരു 3 കോളങ്ങളെ സെലക്ട് ചെയ്യണം. എനിക്ക് ഇതിൽ നിന്നും ഒരു 3 കോളങ്ങളെ, നെയിമിനെ വേണം, മാർക്ക് വേണം, റിസൾട്ട് വേണം. ഈ 3 കോളങ്ങളെ മാത്രം സെലക്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് എന്ത്? പ്രൊജക്ട് ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ ആണ്? പ്രൊജക്ട് ഓപ്പറേഷൻ. ആൻഡ് ദ സിംബൽ ഈസ് പൈ. 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ പൈ? ആ പൈ എങ്ങനെയാ സംഭവം? ആദ്യം എന്ത് ചെയ്യാ? പൈ എന്ന് എഴുതാം. എനിക്ക് വേണ്ട കോളങ്ങൾ ആരൊക്കെയാ? നെയിം വേണം, കോമ, മാർക്ക് വേണം, കോമ, റിസൾട്ട് വേണം അല്ലെ. ഈ 3 ആൾക്കാരാണ് എനിക്ക് വേണ്ടത്. ഫ്രം ഏത് ടേബിളിൽ നിന്നാ വേണ്ടത്? ടേബിളിന്റെ പേരെന്താ? ടേബിളിന്റെ പേര് സ്റ്റുഡന്റ് എന്ന് തന്നെയാണ്. ഇങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും ഈ 3 കോളങ്ങളെ മാത്രം സെലക്ട് ചെയ്യും. ഇവിടെ നോക്കിയടാ, ദേ കണ്ട, പൈ, നെയിം, മാർക്ക്, റിസൾട്ട് ഫ്രം സ്റ്റുഡന്റ്. എന്ത് സംഭവിച്ചു? സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളില നെയിമും മാർക്കും റിസൾട്ട് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് വന്നു. ഇതാണ് എന്ത്? പ്രൊജക്ട് ഓപ്പറേഷൻ. സിന്റാക്സ് എന്തായിരിക്കും? പൈയുടെ കോളങ്ങളുടെ ആവശ്യം A1 ആയിട്ട് എന്ന് വെച്ചാൽ എന്താ? കോളങ്ങളുടെ പേരാണ്, ആട്രിബ്യൂട്ട്സിന്റെ പേരാണ്, ബ്രാക്കറ്റിൽ റിലേഷന്റെ പേര് അല്ലെ. പൈ A1 A2 A3 അതായത് കോളങ്ങളുടെ പേര്, ബ്രാക്കറ്റിൽ റിലേഷന്റെ പേര്. അപ്പൊ ഇതാണ് എന്ത്? പ്രൊജക്ട് ഓപ്പറേഷൻ. എന്തിനുള്ള ഓപ്പറേഷനാ? ആട്രിബ്യൂട്ട്സിനെ സെലക്ട് ചെയ്യാൻ, കോളങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? പ്രൊജക്ട് ഓപ്പറേഷൻ. അപ്പൊ റിലേറ്റ് ചെയ്ത് പഠിക്കാലോ. എനിക്ക് ഇടയ്ക്ക് പണ്ടുണ്ടല്ലോടാ പയ്യെ സിഗ്മയൊക്കെ മാറിപ്പോയിരുന്നു. അപ്പൊ ഞാൻ കണ്ട ഷോർട്ട് കട്ടാണ്. ഷോർട്ട് കട്ട് അല്ല, ശരിക്കും ഇതെങ്ങനെയാണ്? സെലക്ട് എസ് വെച്ചിട്ടില്ലേ, സോ സിഗ്മ. പ്രൊജക്ട് പി വെച്ചിട്ടില്ലേ, സോ പൈ. അപ്പൊ 2 ഓപ്പറേഷനാണ് ആദ്യം പഠിച്ചത്, സെലക്ട് ഓപ്പറേഷനും പ്രൊജക്ട് ഓപ്പറേഷനും. ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു റിലേഷനിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടേബിളിൽ നിന്ന് റോകളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? സെലക്ട് ഓപ്പറേഷൻ. ദെൻ അതേമാതിരി തന്നെ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ടേബിളിൽ നിന്നും കോളങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? പ്രൊജക്ട് ഓപ്പറേഷൻ അഥവാ പൈ. അപ്പൊ 2 ഓപ്പറേഷൻ പഠിച്ചിട്ട് ഈ 4 കൂടി ഉള്ളൂ. അപ്പൊ സെലക്ടും കഴിഞ്ഞ് പ്രൊജക്റ്റും കഴിഞ്ഞു. ദെൻ അടുത്താണ് എന്ത്? യൂണിയൻ ഓപ്പറേഷൻ. യൂണിയൻ. എടാ യൂണിയൻ എന്ന് വെച്ചാൽ എന്താ? യൂണിയൻ ഒരുമിച്ചാക്ക അല്ലെ. ഒരുമിച്ചാക്കാൻ 2 റിലേഷനുകളെ ഒരുമിച്ചാക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് എന്ത്? യൂണിയൻ ഓപ്പറേഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ഇട്ടാ. ഇവിടെ ടേബിൾ ഉണ്ട്, അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്. ഇവിടെ സെയിം കോളങ്ങളുള്ള വേറെ ടേബിൾ ഉണ്ട്, അഡ്മിഷൻ നമ്പർ, നെയിം, ബാച്ച്. ഇവിടെ നോക്കിയേ, ഇവിടെ ആരൊക്കെ ഉണ്ട്? സച്ചിൻ, ഫാത്തിമ, വിവേക്, നവി. ഇവിടെ ആരൊക്കെ ഉണ്ട്? രാഹുൽ, ഫാത്തിമ, നെൽസൺ. ഫാത്തിമ 2 പ്രാവശ്യം ഉണ്ട്. എനിവേ രാഹുലും നെൽസനും ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ടേബിളിന്റെ പേര് ആർട്സ് എന്നാണ്, ഈ ടേബിളിന്റെ പേര് സ്പോർട്സ് എന്നാണ്. ഞാൻ ഇനി പെർഫോം ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ ആണ് യൂണിയൻ ഓപ്പറേഷൻ. എന്ത് ഓപ്പറേഷൻ ആണ്? യൂണിയൻ ഓപ്പറേഷൻ. യൂണിയൻ ഓപ്പറേഷന്റെ സിമ്പിൾ ഇതാണ്ട്, ഇതാണ് വലിയ യു. ഞാനപ്പോ ഇനി ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് ആർട്സ് യൂണിയൻ സ്പോർട്സ്, ഈ 2 ടേബിളിനെയും കൂടെ യൂണിയൻ ചെയ്യാൻ പോവാണ്. ലെറ്റ് സീ വാട്ട് വിൽ ബി റിസൾട്ട്. ഇതാണ് എന്ത്? ആർട്സ് യൂണിയൻ സ്പോർട്സ്. എന്താ സംഭവിച്ചേ? ഇത് ആർട്സ്, ഇത് സ്പോർട്സ്, ഇത് ആർട്സ് യൂണിയൻ സ്പോർട്സ്. എന്താ കഥ? ആർട്സിലുള്ള എല്ലാ ആൾക്കാരും പ്ലസ് സ്പോർട്സിലുള്ള എല്ലാ ആൾക്കാരും ഗീവ്സ് ആർട്സ് യൂണിയൻ സ്പോർട്സ്. ഓക്കെ അല്ലേ? ഒരുമിച്ചാക്കാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? യൂണിയൻ ഓപ്പറേഷൻ. അത്ര എളുപ്പമാണ്. പക്ഷെ ഇത് കാര്യം ശ്രദ്ധിക്കണം, 2 കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നോക്കിക്കോ, ആർട്സില് ഒരു ഫാത്തിമയുണ്ട്, സ്പോർട്സിലും ഒരു ഫാത്തിമയുണ്ട്. ഈ 2 ഫാത്തിമ സെയിം അല്ലേ? 103 H2 103 H2. അപ്പൊ ഈ ഒരുമിച്ചാക്കുമ്പോ ഫാത്തിമനെ 2 പ്രാവശ്യം എഴുതേണ്ട കാര്യമുണ്ടാ? നമ്മൾ തൊട്ട് മുന്നേ തുടക്കത്തിൽ പഠിച്ചാണല്ലേ എന്താ? ഇവിടെ എന്തുണ്ടാവില്ല? ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പൊ 2 പ്രാവശ്യം പേര് വന്നു കഴിഞ്ഞാൽ 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 2 പ്രാവശ്യം സെയിം ആൾക്കാരുണ്ടെങ്കിൽ അയാളെ 1 പ്രാവശ്യം എഴുതിയാൽ. അപ്പൊ ശ്രദ്ധിക്കണം, യൂണിയനിൽ ഒരുമിച്ചാക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ 1 പ്രാവശ്യം എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് എന്ത്? യൂണിയൻ ഓപ്പറേഷൻ. ഇനി യൂണിയൻ ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ടേബിളിൽ എത്ര കോളങ്ങൾ ഉണ്ടായിരുന്നോ? 1 2 3. ഈ ടേബിളിൽ എത്ര കോളങ്ങൾ ഉണ്ടായിരുന്നു? 1 2 3. കോളങ്ങളുടെ എണ്ണത്തിന് എന്തോ പറയൂല, ആട്രിബ്യൂട്ട്സിന്റെ എണ്ണത്തിന് എന്തോ പറയൂല. ഒന്ന് കമന്റ് ഇട്ടേ. ഡിഗ്രി. ആട്രിബ്യൂട്ട്സിന്റെ എന്താണ്? ഡിഗ്രി. ഈ ടേബിളിന്റെ ഡിഗ്രി എത്രയായിരുന്നു? 3 ആണ്. ഈ ടേബിളിന്റെയും ഡിഗ്രി എത്രയാണ്? 3 ആണ്. സെയിം ഡിഗ്രി ഉള്ള അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് കോളംസ് ഉള്ള ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂണിയൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ ഇങ്ങനെ ആലോചിച്ച് നോക്കി, വാട്ട് ഇഫ് ഈ ടേബിളിന് ഒരു കോളം കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. ഒരു കോളം കൂടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? ഈ ടേബിളുകളെ യൂണിയൻ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതായത് യൂണിയൻ ചെയ്യണമെങ്കിൽ 2 ടേബിളുകളുടെയും കോളങ്ങളുടെ എണ്ണം ധരിക്കണം, സെയിം ആയിരിക്കണം. ഇനി നമുക്ക് എഴുതിയിലേക്ക് ഒന്ന് വായിച്ചു നോക്കാം. യൂണിയൻ എന്താ? റിട്ടേൺസ് റിലേഷൻ കണ്ടെയ്നിങ് ഓൾ ടപ്പിൾസ് അപ്പിയറിംഗ് ഇൻ 2 സ്പെസിഫൈഡ് റിലേഷൻ. 2 റിലേഷനുള്ള എല്ലാ ടപ്പിൾസും എല്ലാ റോകളുള്ള 3ാമത് റിലേഷൻ തരുന്നു അല്ലെങ്കിൽ ഒരുമിച്ചാക്കുന്നു. ഇനി യൂണിയൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? യൂണിയൻ കോമ്പാറ്റബിൾ ആയിരിക്കണം. എന്താ യൂണിയൻ കോമ്പാറ്റബിൾ നോക്കാം. യൂണിയൻ കോമ്പാറ്റബിൾ മീൻസ്
two relation must have same number of attributes, same number of കോളങ്ങൾ. അതായത് യൂണിയൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? യൂണിയൻ കോമ്പാറ്റബിൾ ആയിരിക്കണം. യൂണിയൻ കോമ്പാറ്റബിൾ എന്ന് വെച്ചാൽ എന്താ? സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കണം. ഓക്കെ അല്ലേ? യൂണിയൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്, സെയിം നമ്പർ ഓഫ് കോളങ്ങൾ ആയിരിക്കണം. ഈ സെയിം നമ്പർ ഓഫ് കോളങ്ങൾ വിളിക്കുന്ന പേരാണ് എന്ത്? യൂണിയൻ കോമ്പാറ്റബിൾ. ഇതവിടെ എന്തപ്പോ? യൂണിയൻ ഓപ്പറേഷൻ. യൂണിയൻ ഓപ്പറേഷൻ. ദെൻ അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത ഓപ്പറേഷൻ ആണ് എന്ത്? ഇന്റർസെക്ഷൻ. എന്താണ്? ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇത് നോക്കിയേ, ഇതാണ് ആർട്സ്, ഇതാണ് സ്പോർട്സ്. ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇന്റർസെക്ഷന്റെ സിമ്പലാണ്, ഇന്റർസെക്ഷന്റെ സിമ്പലാണ് ഇത് എൻ പോലത്തെ ഒരു സാധനം. ഇതാണ് ഇന്റർസെക്ഷന്റെ വാട്ട് എവർ സിമ്പലൊക്കെ മറക്കുക. ഇതാണ് ആർട്സ് എന്ന് പറഞ്ഞ ടേബിള്, ഇത് സ്പോർട്സ് എന്ന് പറഞ്ഞ ടേബിള്, ഇത് ആർട്സ് ഇന്റർസെക്ഷൻ സ്പോർട്സ്, ഇത് ആർട്സ് ഇന്റർസെക്ഷൻ സ്പോർട്സ്. വാട്ട് ഈസ് ദ സംഭവം? സച്ചിൻ, ഫാത്തിമ, വിവേക്, നബി, രാഹുൽ, ഫാത്തിമ, നെൽസൺ, ബിൻസി, രചന. രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാരാ? ഫാത്തിമയാണ് അല്ലെ? ഇവിടെയും ഫാത്തിമയുണ്ട്, ഇവിടെയും ഫാത്തിമയുണ്ട്. നമുക്ക് കിട്ടിയപ്പോ രണ്ടൊരു ഇന്റർസെക്ട് ചെയ്തപ്പോ കിട്ടിയ ഉത്തരം എന്താ? ഫാത്തിമയാണ്. സംഭവം ഉത്തരേ ഉള്ളൂ. രണ്ട് റിലേഷൻ തന്നിട്ട് ഇന്റർസെക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? രണ്ട് റിലേഷനിലുമുള്ള കോമൺ ആയിട്ടുള്ള ടപ്പിളിനെ, കോമൺ ആയിട്ടുള്ള റോനെ സെലക്ട് ചെയ്യും. നോക്കി കണ്ടാ, രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാരാ? ഫാത്തിമ. അപ്പൊ ആർട്സ് ഇന്റർസെക്ഷൻ സ്പോർട്സ് എന്ന് വെച്ചാൽ എന്താ? രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളായിട്ടുള്ള ഫാത്തിമനെ കാണിക്കും, സെലക്ട് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. അത്രയും സിമ്പിൾ ആണ്. അപ്പൊ നോക്കാം, എന്ത് ഇന്റർസെക്ഷൻ? റിട്ടേൺസ് എ റിലേഷൻ. പുതിയൊരു ടേബിൾ ഉണ്ടാക്കും. ആ ടേബിൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? കണ്ടെയ്നിങ് ടപ്പിൾസ് അപ്പിയറിംഗ് ഇൻ ബോത്ത് ഓഫ് ദ ടു സ്പെസിഫൈഡ് റിലേഷൻ. രണ്ട് റിലേഷനിലുമുള്ള, രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ടപ്പിൾ മാത്രമുള്ള ഒരു പുതിയ റിലേഷൻ റിട്ടേൺ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് എന്ത്? ഇന്റർസെക്ഷൻ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോക്കാം. ഇന്റർസെക്ഷൻ ചെയ്തപ്പോഴും ഈ ടേബിളിൽ എത്ര കോളം ഉണ്ടായിരുന്നു? 3 കോളം. ഈ ടേബിളിലും എത്ര കോളം ഉണ്ടായിരുന്നു? 3 കോളം. സെയിം നമ്പർ ഓഫ് കോളങ്ങളേ ഉള്ളൂ അല്ലെ? യൂണിയൻ ചെയ്തപ്പോഴും നോക്കി, യൂണിയൻ ചെയ്തപ്പോഴും ഇവിടെ 3 കോളം, ഇവിടെ 3 കോളം. ഞാൻ പറഞ്ഞു സെയിം നമ്പർ ഓഫ് കോളങ്ങൾ അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യൂണിയൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? യൂണിയൻ കോമ്പാറ്റബിലിറ്റി. സെയിം നമ്പർ ഓഫ് കോളങ്ങൾ ഉള്ളതിനെ പറയുന്ന പേരാണ് എന്ത്? യൂണിയൻ കോമ്പാറ്റബിലിറ്റി. ഇവിടെ നോക്കിയേ, ഇന്റർസെക്ഷൻ ചെയ്തപ്പോഴും 3 കോളം, 3 കോളം. സെയിം നമ്പർ ഓഫ് കോളങ്ങൾ അല്ലേ? സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് അല്ലേ? ഇതിന് ഞാൻ പറയുന്ന പേര് സെയിം തന്നെ. എന്താ? യൂണിയൻ കോമ്പാറ്റബിൾ. എന്താണ്? യൂണിയൻ കോമ്പാറ്റബിൾ. അതായത് യൂണിയൻ ചെയ്യണമെങ്കിലും ഇന്റർസെക്ഷൻ ചെയ്യണമെങ്കിലും എന്തായിരിക്കണം? യൂണിയൻ കോമ്പാറ്റബിൾ ആയിരിക്കണം. യൂണിയൻ ചെയ്യണമെങ്കിലും ഇന്റർസെക്ഷൻ ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? യൂണിയൻ കോമ്പാറ്റബിൾ ആയിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? സെയിം നമ്പർ ഓഫ് കോളംസ് ആയിരിക്കണം. അതാ പറയുന്നത് എന്ത്? ഡിനോട്ടഡ് ബൈ സിംബൽ ഇതാണ്. ടു റിലേഷൻ മസ്റ്റ് ബി യൂണിയൻ കോമ്പാറ്റബിൾ. എന്ത് ചെയ്യാൻ? ഇന്റർസെക്ഷൻ ചെയ്യാൻ. യൂണിയൻ ചെയ്യണമെങ്കിൽ സെയിം നമ്പർ ഓഫ് കോളം, ഇന്റർസെക്ഷൻ ചെയ്യണമെങ്കിൽ സെയിം നമ്പർ ഓഫ് കോളം. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? യൂണിയൻ കോമ്പാറ്റബിൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? യൂണിയൻ എന്ന് വെച്ചാൽ എന്താ? രണ്ട് ടേബിളിലെ ടപ്പിൾസിനെ ഒരുമിച്ചാക്കാം. ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ എന്താ? രണ്ട് ടേബിളിലും കോമൺ ആയിട്ടുള്ള ആളെ മാത്രം സെലക്ട് ചെയ്യുക. ഇതാണ് ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ. 4 പഠിച്ചിട്ടാ, 2 കൂടി ഉള്ളൂ. ദ സിംപ്ലസ്റ്റ് തിങ് ഈസ് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. നമ്മളെ നോക്കി, സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. ഡിഫറൻസ് നമുക്ക് അറിയാം അല്ലെ? മൈനസ്, കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അതെ, ഇത് ആർട്സ് എന്ന് പറഞ്ഞ ടേബിൾ ആണ്, ഇത് സ്പോർട്സ് എന്ന് പറഞ്ഞ ടേബിൾ ആണ്. ആർട്സ് മൈനസ് സ്പോർട്സ്, ആർട്സ് മൈനസ് സ്പോർട്സ്. ഇതേട്ടാ ശ്രദ്ധിച്ചു പോയിക്കോട്ടെ, ആർട്സ് മൈനസ് സ്പോർട്സ്. ഇതാ ആർട്സിൽ നിന്നും ആണ് സ്പോർട്സ് കുറയ്ക്കുന്നത്. ഫസ്റ്റ് ഞാൻ കുറയ്ക്കാൻ പോകുന്നത് രാഹുലിനെയാണ്. രാഹുലിനെ ആർട്സിൽ നിന്ന് കുറയ്ക്കാൻ നോക്കിയപ്പോ രാഹുൽ ഉണ്ടാ? ഇല്ല, ഒന്നും കുറയ്ക്കാനില്ല. ദെൻ ഫാത്തിമനെ കുറയ്ക്കാൻ പോയി. ഫാത്തിമ ഇവിടെ ഉണ്ട് അല്ലെ? ഫാത്തിമ ഇവിടെ ഉണ്ട്. ഫാത്തിമനെ കുറച്ചു. ഓക്കെ, ഇനി ആരെങ്കിലും കുറയ്ക്കാനുണ്ടോ? എല്ലാവരും കുറച്ചില്ലേ? അപ്പോ ആർട്സിൽ നിന്ന് സ്പോർട്സിനെ കുറച്ചപ്പോൾ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? സച്ചിനും വിവേകും മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? കാരണം ഫാത്തിമ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് കളഞ്ഞു. ദെൻ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? ശ്രദ്ധിച്ച് കണ്ടോടാ, എന്തായിരിക്കും ഔട്ട്പുട്ട് ഇഫ് വി ഡിവൈഡഡ് അല്ലെങ്കിൽ സബ്ട്രാക്റ്റഡ് സ്പോർട്സ് മൈനസ് ആർട്സ്? ഇത് ആർട്സ് മൈനസ് സ്പോർട്സ് ആണ്. വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഇഫ് വി മൈനസ് സ്പോർട്സ് മൈനസ് ആർട്സ്? എന്തായിരിക്കും ഉത്തരം? നോക്കാലോ. സ്പോർട്സ് മൈനസ് ആർട്സ്. ആരാ സ്പോർട്സ്? ഇതാണ് സ്പോർട്സ് അല്ലെ? ഇതാണ് സ്പോർട്സ്. സ്പോർട്സിൽ നിന്ന് ആർട്സിനെ ഞങ്ങൾക്ക് കളയാൻ പോവേണ്ട. സ്പോർട്സിൽ നിന്ന് ആർട്സിനെ കളയാൻ പോവുകയാണ്. സ്പോർട്സ് ആർട്സിനെ കളയാൻ പോവാ. സച്ചിൻ, സച്ചിൻ എന്താ കളയാൻ? ഇല്ല, കുഴപ്പമില്ല, സച്ചിനെ കളയാനില്ല, ഒന്നും ചെയ്യാനില്ല. ഫാത്തിമ, ഫാത്തിമ, ഫാത്തിമനെ കളയാണ്ടാന്ന് നോക്കി. ഫാത്തിമനെ കളയാനുണ്ടല്ലേ? ഫാത്തിമ ഇവിടെ. അപ്പൊ ഞാൻ ഫാത്തിമനെ കളഞ്ഞു. ഫാത്തിമനെ കളയാനുണ്ട്, ഞാൻ ഫാത്തിമനെ കളഞ്ഞു. ദെൻ അടുത്ത ആള് വിവേക്. വിവേകിനോട് കളയാനുണ്ടോ? ഇല്ല. അപ്പൊ ഫാത്തിമ പോയി, ബാക്കിയുള്ള ആളാരാ?
102, രാഹുല് T2. എന്താ വ്യത്യാസം? ആർട്സിൽ നിന്ന് സ്പോർട്സിനെ കുറച്ചാലും സ്പോർട്സിൽ നിന്ന് ആർട്സിനെ കുറച്ചപ്പോഴും കിട്ടിയത് സെയിം ഉത്തരമാണോ? അല്ല. ആർട്സിൽ നിന്ന് സ്പോർട്സിനെ കുറയ്ക്കാന്ന് വെച്ചാൽ എന്താ? ആർട്സിനെ നിർത്തിയിട്ട് സ്പോർട്സിലുള്ള ആൾക്കാരെ കളയാം. അതായത് ഫാത്തിമനെ കളയാം. ഉത്തരം എന്ത് കിട്ടി? സച്ചിന് വിവേകം കിട്ടി. ഇനി സ്പോർട്സിന് ആർട്സ് കുറയ്ക്കാന്ന് പറഞ്ഞാലോ, സ്പോർട്സിനെ നിർത്തിയിട്ട് കോമൺ ആയിട്ടുള്ള ആൾക്കാരെ കളയാം. ഫാത്തിമനെ കളഞ്ഞ എന്ത് കിട്ടി? രാഹുലിനെ കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ A-B എന്ന് പറഞ്ഞാലും B-A എന്ന് പറഞ്ഞാലും എന്തല്ല? സെയിം അല്ല കേട്ടാ. A-B എന്ന് വെച്ചാൽ എന്താ? എനെ നിർത്താം, ബിയിലുള്ള ആൾക്കാരെ കളയാ. B- എന്ന് വെച്ചാൽ എന്താ? ബീനെ മുഴുവനായിട്ട് നിർത്താം, എയിലായിട്ടുള്ള ആൾക്കാരെ കളയാം. ഇനി നമുക്കൊന്ന് വായിച്ചു നോക്കിയാൽ അതിന് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ ഒരു കാര്യം പറയാനുണ്ട്. എത്ര നമ്പർ ഓഫ് കോളം ഉണ്ട്? 3 കോളം. ഇവിടെ 3 കോളം. ഇതിനെന്തോ പറയും? സെയിം നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ എന്തോ പറയും? യൂണിയൻ കോമ്പാറ്റബിൾ. ഇവിടെ എന്ത് തന്നെയാണ്? യൂണിയൻ കോമ്പാറ്റബിൾ ആണ്. ചുരുക്കി പറയുകയാണെങ്കിൽ യൂണിയൻ ഓപ്പറേഷൻ ചെയ്യാനും ഇന്റർസെക്ഷൻ ചെയ്യാനും സെറ്റ് ഡിഫറൻസ് ചെയ്യാനും ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്താ? രണ്ട് ടേബിളുകളുടെയും കോളങ്ങളുടെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിന്റെ എണ്ണം സെയിം ആയിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയാം? രണ്ട് ടേബിളുകളും എന്തായിരിക്കണം? യൂണിയൻ കോമ്പാറ്റബിൾ ആയിരിക്കണം. അപ്പൊ യൂണിയൻ ചെയ്യാനും ഇന്റർസെക്ഷൻ ചെയ്യാനും സെറ്റ് ഡിഫറൻസ് ചെയ്യാനും രണ്ട് ടേബിൾ എന്തായിരിക്കണം? യൂണിയൻ കോമ്പാറ്റബിൾ ആയിരിക്കണം. അപ്പൊ ഇതാണ് പറയുന്ന കാര്യം. അപ്പൊ നോക്കിയേ, എന്താണ് ഈ സെറ്റ് ഡിഫറൻസ് നോക്കാം കേട്ടോ. സെറ്റ് ഡിഫറൻസ് റിട്ടേൺ എ റിലേഷൻ കണ്ടെയ്നിങ് ദ ടപ്പിൾസ് അപ്പിയറിംഗ് ഇൻ ദ ഫസ്റ്റ് റിലേഷൻ ബട്ട് നോട്ട് ഇൻ ദ സെക്കൻഡ് റിലേഷൻ. അതായത് ആർട്സ് മൈനസ് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് എന്ന് വെച്ചാൽ എന്താ? ആർട്സിനെ ആദ്യം നിർത്താം അല്ലെ, ഫസ്റ്റ് റിലേഷൻ ബട്ട് നോട്ട് ഇൻ ദ സെക്കൻഡ് റിലേഷൻ. അപ്പൊ ഫാത്തിമനെ കളയാം, സച്ചിന് വിവേകം വന്നു. സ്പോർട്സ് മൈനസ് ആർട്സ് എന്ന് വെച്ചാൽ എന്താ? സ്പോർട്സ് അല്ലെ, ഫസ്റ്റ് റിലേഷൻ മൈനസ് സെക്കൻഡ് റിലേഷൻ. അതായത് ഫാത്തിമ പോയി, രാഹുൽ മാത്രം നിന്നു. ഇതാണ് സംഭവം. ഡിനോട്ടഡ് ബൈ ലെറ്റർ സിമ്പിൾ മൈനസ് ടു റിലേഷൻ മസ്റ്റ് ബി യൂണിയൻ കോമ്പാറ്റബിൾ. അതായത് സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ ചെയ്യാൻ എന്തായിരിക്കണം? യൂണിയൻ കോമ്പാറ്റബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ സെയിം നമ്പർ ഓഫ് കോളങ്ങൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ 5 പഠിച്ചല്ലേ. ദെൻ ഫൈനൽ വൺ, ദ സിക്സ്ത് വൺ, ദ ലാർജസ്റ്റ് വൺ, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നോക്കാട്ടാ. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് മക്കളെ നോക്കിയേ. ഇത്ര വലിയ എക്സാം ഒന്നും പഠിക്കണമെന്നില്ല. ഞാൻ ടെക്സ്റ്റിലുള്ള തന്നു ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടത്തിന് ടേബിൾ ചെറുതാക്കാം, കുഞ്ഞു ടേബിൾ ചെയ്താലും മതി ട്ടാ. ടീച്ചർമാർ നിങ്ങൾ ടേബിൾ വരച്ച് നോക്കിയിരിക്കാനല്ല അവിടെ നിൽക്കുന്നത് കേട്ടാ. അപ്പൊ നോക്കാം. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിൾ ഇതാണ്. സിമ്പിൾ ഒന്നുമില്ല, ഒരു വലിയ എക്സ് ആണ്. ഒരു വലിയ എക്സ് ആണ് എന്ത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റിന്റെ സിമ്പിൾ. ഞാനൊരു എക്സാമ്പിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ടേബിളിന്റെ പേര് സ്റ്റുഡന്റ് എന്നാണ്. രണ്ടാമത്തെ ടേബിളിന്റെ പേര് ടീച്ചർ എന്നാണ്. ഇവിടെ 2 റോകളുണ്ട്, ഇവിടെ 2 റോകളുണ്ട്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 2 റോകളും വെച്ചിട്ട് അല്ലെങ്കിൽ 4 റോകളും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഉണ്ടാക്കും. മാക്സിമം നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഉണ്ടാക്കും. ഞാൻ സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്കോട്ടെ. സച്ചിന ശേഖർ എന്ന് പറയുന്ന സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. സച്ചിന മീനാക്ഷി എന്ന് പറയുന്ന ടീച്ചർ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു. സിമിലർലി അടുത്ത ആളാരാ? ജോസഫ്. ജോസഫിന ശേഖർ സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഇതേ ജോസഫിനെ തന്നെ മീനാക്ഷി എന്ന് പറയുന്ന ടീച്ചർ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു. ഇത്രയും കോമ്പിനേഷൻസ് ആണുള്ളത്. ഇതെങ്ങനെ ടേബിളിലേക്ക് ആക്കൂടാ? ഇതെങ്ങനെ ടേബിളിലേക്ക് ആക്കും? ഇതിങ്ങനെ വളരെ എളുപ്പത്തിൽ ടേബിളിലേക്ക് ആക്കും. നോക്കി, സച്ചിൻ അല്ലെ, നമ്മളുടെ സച്ചിന ശേഖർ സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഇതേ സച്ചിന മീനാക്ഷി ടീച്ചർ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു. ദെൻ അടുത്ത ആളാരായിരുന്നു? ജോസഫ്. ജോസഫിന ശേഖർ സാറ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഇതേ ജോസഫിന മീനാക്ഷി ടീച്ചർ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഫുൾ കോമ്പിനേഷൻ വന്നില്ലേ? ഇതെങ്ങനെയാ വന്നതെന്ന് നോക്കി. ഇതെങ്ങനെ എഴുതാൻ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം സ്റ്റുഡന്റ് ഇൻറ്റു ടീച്ചർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിളിൽ ഏതൊക്കെ കോളം നോക്കാം. അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക്, റിസൾട്ട്. ഓക്കെ അല്ലേ? ആ കോളങ്ങളുടെ പേര് ആദ്യം എഴുതുക. അഡ്മിഷൻ നമ്പർ, റോള്, നെയിം, ബാച്ച്, മാർക്ക്, റിസൾട്ട്. ഇത്രയും കോളങ്ങൾ ആ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടായിരുന്നതാണ്. അത് നേരെ പറക്കാൻ എഴുതാം. ദെൻ അടുത്ത ടേബിൾ ഏതാ? ടീച്ചർ നെയിം ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പൊ ടീച്ചർ നെയിം ഡിപ്പാർട്ട്മെന്റ് ആ കോളങ്ങൾ എന്ത് ചെയ്യുക? നേരെ പറക്കാൻ എഴുതാം. അതായത് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന പുതിയ ടേബിൾ എന്ന് വെച്ചാൽ എന്താ? പഴയ ടേബിളുകളുടെ കോളങ്ങളുടെ ഒപ്പം പുതിയ ടേബിളിലെ കോളങ്ങൾ, 2 ടേബിളിലെ കോളങ്ങൾ ഉണ്ടാവും. അപ്പൊ അതാ പറയുന്നത് എന്താ? ഈ ടേബിളിന്റെ കോളങ്ങൾ പ്ലസ് ഈ ടേബിളിന്റെ കോളങ്ങൾ ഈക്വൽ ടു പുതിയ ടേബിളിന്റെ കോളങ്ങൾ. കണ്ട, ആദ്യത്തെ ടേബിളിന്റെ എല്ലാ കോളങ്ങളും ഉണ്ട്, രണ്ടാമത്തെ ടേബിളിന്റെ എല്ലാ കോളങ്ങളും ഉണ്ട്. ഇനെങ്ങനെ വേറെ ഭാഷയിൽ പറയാം? കോളങ്ങളുടെ എണ്ണത്തിന് എന്തോന്നോ പറയുമല്ലോ അവിടെ. കോളങ്ങളുടെ എണ്ണത്തിന് എന്തോന്നോ പറയുമല്ലോ. എന്താ കോളങ്ങളുടെ എണ്ണം? ഡിഗ്രി. ഈ ഫസ്റ്റ് ടേബിളിന്റെ ഡിഗ്രി എന്ന് വെച്ചാൽ എത്രയായിരുന്നു? കോളങ്ങളുടെ എണ്ണം 1 2 3 4 5 6 അല്ലെ. 1 2 3 4 5 6. ഫസ്റ്റ് ടേബിളിന്റെ ഡിഗ്രി 6 ആണ്.
then what is the degree of this second table? ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ? കോളങ്ങളുടെ എണ്ണം, ആട്രിബ്യൂട്ട്സിന്റെ എണ്ണം. 1 2 3. ഡിഗ്രി ഈസ് 3. then let me ask what will be the degree of the newly formed table? പുതിയ ടേബിളിന്റെ ഡിഗ്രി എത്രയായിരിക്കും? പഴയ ടേബിളിന്റെ 2 കോളങ്ങൾ കൂടുന്നല്ലേ? ആദ്യത്തിന്റെ ഡിഗ്രി 6 ആയിരുന്നു, രണ്ടാമത്തെ ഡിഗ്രി 3 ആയിരുന്നു. സോ പുതിയതിന്റെ ഡിഗ്രി 6 + 3 9 ആണ്. സംശയമുണ്ട്? നമുക്ക് 1 2 3 4 5 6 7 8 9. കാരണം എന്താ? കോളങ്ങൾ എന്ത് ചെയ്തു? കൂട്ടല്ലേ ഇത്. then അപ്പൊ അതാണ് ഡിഗ്രി ടേബിൾ. ഇനി റോകളുടെ കേസ് നോക്കാം. റോകളുടെ കേസ് നോക്കാം കേട്ടോ. റോകളുടെ എണ്ണത്തിന് എന്തോ പറയുമല്ലോ, റോകളുടെ എണ്ണത്തിന് എന്തോ പറയുമല്ലോ, കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി കാർഡിനാലിറ്റി എന്ന് വെച്ചാൽ എന്താ? ടപ്പിൾസ് അല്ലെങ്കിൽ റോകളുടെ എണ്ണം. ഇവിടെ എത്ര റോ ഉണ്ടോ? 2 റോ ഉണ്ട് അല്ലെ? ഇവിടെ ഈ ടേബിൾ എത്ര റോ ഉണ്ടോ? കാർഡിനാലിറ്റി എത്രയാ? ഇതിന്റെയും കാർഡിനാലിറ്റി 2 ആണ്. അങ്ങനെയാണെങ്കിൽ കാർട്ടീഷ്യൻ എന്ന് വെച്ചാൽ എന്താ? കോമ്പിനേഷൻ അല്ലേ? 2 × 2. നോക്കാം പുതിയ ടേബിളിൽ എത്ര റോ ഉണ്ട് നോക്കാം. ഫസ്റ്റ് ടേബിളിൽ 2 റോ, സെക്കൻഡ് ടേബിളിൽ 2 റോ, പുതിയ ടേബിളിൽ 1 2 3 4 4 റോ. അതായത് ഇതിന്റെ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ടേബിളിന്റെ കാർഡിനാലിറ്റി ഇൻറ്റു സെക്കൻഡ് ടേബിളിന്റെ കാർഡിനാലിറ്റി വിച്ച് ഈസ് ഈക്വൽ ടു 4. അതേപോലെ തന്നെ ഇതിന്റെ ഡിഗ്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേബിളിന്റെ ഡിഗ്രി പ്ലസ് സെക്കൻഡ് ടേബിളിന്റെ ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 9. ഇതാണ് പിള്ളേർ എന്ത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാക്സിമം കോമ്പിനേഷൻ ഉണ്ടാക്കുക. കോളങ്ങളുടെ കേസിലാണെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റത്തെ ടേബിളിന്റെ കോളങ്ങൾ എഴുതുക, ദെൻ സെക്കൻഡ് ടേബിളിന്റെ കോളങ്ങൾ എഴുതുക. എന്ത് പറയാ? ഡിഗ്രി ഓഫ് പുതിയ ടേബിൾ ഈസ് ഈക്വൽ ടു ഫസ്റ്റത്തെ ടേബിളിന്റെ ഡിഗ്രി പ്ലസ് സെക്കൻഡ് ടേബിളിന്റെ ഡിഗ്രി, അല്ലെങ്കിൽ ഫസ്റ്റത്തെ ടേബിളിന്റെ കോളങ്ങളുടെ എണ്ണം പ്ലസ് സെക്കൻഡ് ടേബിളിലെ കോളങ്ങളുടെ എണ്ണം. ഇതാണ് എന്ത്? ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെ? 6 + 3 9. then what is cardinality? cardinality എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റോകളുടെ എണ്ണമാണ്. ഇവിടെ നോക്കിയേ, ആദ്യ ടേബിളിൽ 2 റോ ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ടേബിളിൽ 2 റോ ഉണ്ടായിരുന്നു, 2 × 2 4 റോ ഇവിടെ ഉണ്ടാവുന്നുണ്ട് അല്ലെ? നോക്കിയേ, കാർഡിനാലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് ടേബിളിൽ 2 റോ ഇൻറ്റു സെക്കൻഡ് ടേബിളിൽ 2 റോ, 2 × 2 4. സംശയം ഉണ്ടാ? കണ്ട, സച്ചിൻ ശേഖരന്റെ അടുത്തേക്കും പോയി, സെയിം സച്ചിൻ മീനാക്ഷി അടുത്തേക്കും പോയി, ഒരു കോമ്പിനേഷൻ കഴിഞ്ഞു. അടുത്തത് ജോസഫ് ശേഖരന്റെ അടുത്തേക്കും പോയി, സെയിം ജോസഫ് മീനാക്ഷി അടുത്തേക്കും പോയി, 2 കോമ്പിനേഷൻ, മൊത്തം 4 കോമ്പിനേഷൻ. ഇതാണ് അപ്പൊ എന്ത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്താ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്? റിട്ടേൺസ് എ റിലേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടപ്പിൾസ് ഓഫ് 2 റിലേഷൻ. 2 റിലേഷന്റെ എല്ലാ പോസിബിൾ കോമ്പിനേഷനും കൂടെ തരുന്ന ആളാണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഇവിടെ എന്തില്ല? യൂണിയൻ കോമ്പാറ്റബിൾ ആണെന്നില്ല, സെയിം നമ്പർ ഓഫ് കോളങ്ങളൊന്നും വേണമെന്നില്ല കേട്ടോ. ദെൻ നോക്കിയേ, ഡിഗ്രി ഓഫ് ന്യൂ റിലേഷൻ. പുതിയ റിലേഷന്റെ ഡിഗ്രി എന്ന് വെച്ചാൽ എന്താ? പഴയ റിലേഷന്റെ ഡിഗ്രി ഉള്ള സമ്മാണ്. അതായത് ഡിഗ്രി ഓഫ് നോക്കിയേ, ഡിഗ്രി ഓഫ് ന്യൂ റിലേഷൻ ഈക്വൽ ടു ഡിഗ്രി ഓഫ് ഫസ്റ്റ് റിലേഷൻ പ്ലസ് ഡിഗ്രി ഓഫ് സെക്കൻഡ് റിലേഷൻ അല്ലെ? 6 + 3 9 ആയിരുന്നില്ല ഇൻ റിലേഷൻ. അതേമാതിരി തന്നെ കാർഡിനാലിറ്റി, നമ്പർ ഓഫ് റോസ് ഓഫ് സെക്കൻഡ് റിലേഷൻ അല്ലെങ്കിൽ കാർഡിനാലിറ്റി ഓഫ് ന്യൂ റിലേഷൻ ഈസ് ഈക്വൽ ടു കാർഡിനാലിറ്റി ഓഫ് ഫസ്റ്റ് റിലേഷൻ ഇൻറ്റു കാർഡിനാലിറ്റി ഓഫ് സെക്കൻഡ് റിലേഷൻ അല്ലെ? 2 × 2 4. ഓക്കെ അല്ലേ? ഇതാണ് എന്ത് മക്കളെ? ക്രോസ് പ്രൊഡക്റ്റ്. മാക്സിമം പോസിബിൾ കോമ്പിനേഷൻ ഉണ്ടാക്കുന്ന ഒരു ഓപ്പറേഷൻ ആണ് എന്ത്? ക്രോസ് പ്രൊഡക്റ്റ്. മൊത്തം 6 ഓപ്പറേഷൻ. ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു പറഞ്ഞിട്ട് നിർത്താടാ, ഒന്നും കൂടെ ഓടിച്ചു പറഞ്ഞിട്ട് നിർത്തത് ഇപ്പൊ തീർക്കാട്ടാ. നോക്കിയേ, എത്ര ഓപ്പറേഷൻ ഉണ്ട്? എന്താണ് കാർട്ടീഷ്യൻ, എന്താണ് റിലേഷൻ ആൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതങ്ങോട്ട് വിട്ടേക്കാം, ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, റിലേഷൻ ഡാറ്റാബേസ് നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ പറ്റും. ആ ഓപ്പറേഷൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിലേഷൻ ആൾജിബ്ര. 6 ഓപ്പറേഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്പറേഷൻ സെലക്ട് ഓപ്പറേഷൻ. എന്തിനാ? കണ്ടീഷൻ അനുസരിച്ചിട്ട് റോകളെ സെലക്ട് ചെയ്യാൻ അല്ലെ? കണ്ടീഷൻ അനുസരിച്ചിട്ട് റോകളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? സെലക്ട് ഓപ്പറേഷൻ. നെക്സ്റ്റ് വൺ ഈസ് പ്രൊജക്ട് ഓപ്പറേഷൻ. കോളങ്ങളെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? പ്രൊജക്ട് ഓപ്പറേഷൻ. സിമ്പിൾ 5. ദെൻ 2 ടേബിളുകൾ ഒരുമിച്ചാക്കാനുള്ള, ടപ്പിൾസിനെ ഒരുമിച്ചാക്കാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? യൂണിയൻ ഓപ്പറേഷൻ. ഇനി 2 ടേബിളിലും കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഒരുമിച്ചാക്കാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? ഇന്റർസെക്ഷൻ അല്ലെ? കോമൺ ആയിട്ടുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാനുള്ള ഓപ്പറേഷൻ ആണ് ഇന്റർസെക്ഷൻ. ഒരു ടേബിളിൽ നിന്നും മറ്റൊരു ടേബിളിനെ കുറയ്ക്കാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? സെറ്റ് ഡിഫറൻസ് ഓപ്പറേഷൻ. ദെൻ മാക്സിമം കോമ്പിനേഷൻസ് കാണാനുള്ള ഓപ്പറേഷൻ ആണ് എന്ത്? കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. ഓക്കെ അല്ലെ? ഇങ്ങനെ 6 ഓപ്പറേഷൻസ് ആണ് എന്ത്? റിലേഷണൽ ആൾജിബ്ര എന്ന് പറയുന്നത്. എന്താ? ചാപ്റ്റർ ഈസ് ഓവർ. ഇത്രേ ഉള്ളൂ ഈ പാഠം. ഇത്രയുള്ള പാഠം. ഇതിന്റെ നോട്ടൊക്കെ ആരെങ്കിലും വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഞാൻ PDF ഒക്കെ അയച്ചു തരാം. അപ്പൊ അത്രേ ഉള്ളൂ. വൃത്തിക്ക് പഠിക്കാം. ഈ പാഠം നല്ല അടിപൊളിയായിട്ട് ബേസ് ക്ലിയർ ചെയ്യാൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? SQL പഠിക്കാൻ പറ്റുള്ളൂ. മക്കളെ നോക്കിയടാ,
CA-കാർക്ക് SQL ഇല്ല അല്ലെ, വാട്ടർ CS-കാർക്ക് SQL ഉണ്ട്. ഈ പാഠത്തിന്റെ മാത്രം വെയിറ്റേജ് 10 മാർക്കാണ്. ഈ പാഠത്തിന്റെ മാത്രം വെയിറ്റേജ് SQL CA-കാർക്കില്ലേ, PHP അല്ലേ CA-കാർക്കുള്ളത്. എനിവേ SQL ഉണ്ട് ഇപ്പൊ രണ്ടാൾക്കാർക്കും. ഈ പാഠത്തിന്റെ മാത്രം വെയിറ്റേജ് 10 മാർക്കാണ്. ഈ പാഠം കഴിഞ്ഞിട്ട് വരുന്ന SQL-ന്റെ വെയിറ്റേജ് 8 മാർക്കാണ്. അപ്പൊ CS-കാർക്കും CA-കാർക്കും രണ്ടുപേർക്കും ഒരുപോലെ തന്നെയാണ്. 10+8 18 മാർക്ക് രണ്ട് പാഠത്തിൽ നിന്ന് കിട്ടും. ഈ 18 മാർക്ക് കിട്ടണമെങ്കിൽ SQL മാത്രം പഠിക്കാൻ പറ്റില്ല. TBMS വൃത്തിക്ക് പഠിച്ചൊരു കുട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. SQL എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുള്ളൂ. സോ TBMS അടിപൊളിയായിട്ട് പഠിക്കുക, ഒരു ടോപ്പിക്കും കണ്ടുപിടിക്കുക, 10 മാർക്ക് ഈസി ആയിട്ട് പിടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടാ. പഠിച്ചു തുടങ്ങുമ്പോൾ ഫസ്റ്റ് തുടങ്ങേണ്ട പാടുന്നത് 60 മാർക്കിൽ 10 മാർക്ക് നിങ്ങൾക്ക് തരുന്നത് ഈ ചാപ്റ്ററാണ്. വൃത്തിക്ക് പഠിക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.